أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശങ്ങൾ, നിയമവിലക്കുകൾ പാലിക്കുവാൻ നമ്മളെല്ലാവരും കടപ്പെട്ടവരാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സൂറത്തുൽ അംബിയായിലെ 28-ാമത്തെ ആയത്താണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത്. അള്ളാഹുവിൻ്റെ മഹനീയരായ സൃഷ്ടികളായ മലക്കുകളുമായി ബന്ധപ്പെട്ട വിഷയമാണ് ആ പ്രസ്തുത ആയത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു ഉദ്ദേശിക്കാത്ത ആളുകൾക്ക് ഒരിക്കലും ശഫാഅത്ത് ചെയ്യുകയില്ല. അള്ളാഹുവിൻ്റെ ശിക്ഷയെ സംബന്ധിച്ചും അള്ളാഹുവിനെ കുറിച്ചുമൊക്കെ വലിയ ഭയപ്പാടുള്ളവരാണ് അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ എന്നാണ് കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു വിശദീകരിച്ചത്. ഇനി അതിനുശേഷവും മലക്കുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയുള്ള ചില പരാമർശങ്ങളാണ് അള്ളാഹു നടത്തുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വമൻ യഖുൽ മിൻഹും ഇന്നി ഇലാഹും മിൻ ദൂനിഹി ഫദാലിക നജ്സിഹി ജഹന്നം. ومن يقل منهم إني إله من دونه فذلك نجزيه جهنم. ومن يقل منهم إني إله دونه فذلك نجزيه جهنم. كذلك نجزي الظالمين. كذلك نجزي الظالمين. أولم ير الذين كفروا أن السماوات والأرض كانتا رتقا ففتقناهما. أولم ير الذين كفروا أن السماوات والأرض كانتا رتقا ففتقناهما. وجعلنا من الماء كل شيء حي أفلا يؤمنون. وجعلنا من الماء كل شيء حي أفلا يؤمنون. നമ്മൾ ഓതുമ്പോൾ
ഓതുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ വമയ്യഖുൽ, അവിടെ നൂനുസാക്കിനത്താണ്, നൂനുസാക്കിന് ശേഷം യാ വന്നിട്ടുണ്ട്, ഇവിടെ ഇഖ്ഫാ ചെയ്യണം. വമയ്യഖുൽ അവിടെ ഇൽഹാർ ചെയ്യാൻ പാടില്ല. വമയ്യഖുൽ മിൻഹും, മിൻഹും അവിടെ നൂനുസാക്കിനാണ്, പിന്നെ ഹാ വന്നിട്ടുണ്ട്. ഹാ ഇൽഹാറിന്റെ അക്ഷരമാണ്. മിൻഹും എന്നല്ല, മിൻഹും എന്ന് ഓതണം. മിൻഹും. വമയ്യഖുൽ മിൻഹും, പിന്നെ മിൻഹും ഇന്നി, അവിടെ 6 അക്ഷരം നീട്ടണം. ഇന്നി ഇലാഹുൻ, അവിടെ ഇലാഹുൻ എന്നുള്ളതിൽ തൻവീനുണ്ട്. ഇലാഹുൻ എന്നുള്ളത് തൻവീനുണ്ട്. ആ തൻവീൻ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. ഇലാഹും മിൻ ദൂനി, അവിടെ കൊണ്ടാണ് മീമിന് ശബ്ദ കിട്ടി. ഇലാഹുൻ മിൻ ദൂനി എന്ന് ഉച്ചരിക്കാൻ പാടില്ല, അതാണ് ശരിക്കുള്ളത്. പക്ഷെ ഇലാഹും ഇലാഹും അവിടെ മീമിന് ശബ്ദുണ്ട്, മണിച്ചിട്ട് ഇദ്ഗാം ചെയ്യാം. ഇലാഹും മിൻ ദൂനി, മിൻ ദൂനി, ദൂനിഹി അവിടെ നിർത്തുകയാണെങ്കിൽ ദൂനിഹി എന്ന് ഓതണം. നിർത്താതെ ഓതാണെങ്കിൽ, നിർത്തുകയാണെങ്കിൽ ഇലാഹും മിൻ ദൂനി. പിന്നെ ഫദാലിക നജ്സിഹി, നജ്സി ഖുത്ബുജ്ജദ് ഹറൂഫുൽ ഖൽഖലാണ്. ജ് എന്നുള്ളത് വെളിവാക്കിയിട്ട് ഉച്ചരിക്കണം. നജ്സിഹി ജഹന്നം, ജഹന്നം അവിടെ നൂന് മണിച്ചിട്ടാണ് ഓതേണ്ടത്. ജഹൻ നിർത്തുകയാണെങ്കിൽ ജഹന്നം എന്ന് നിർത്തണം, നിർത്താതെ ഓതാണെങ്കിൽ ജഹന്നമ കദാലിക നജ്സി അദ്ദാലിമീൻ, അദ്ദാലിമീൻ നജ്സി അദ്ദാലിമീൻ. അവിടെ ലാലിമീൻ നിർത്തുമ്പോൾ കുറച്ച് നീട്ടിയിട്ട് നിർത്താം. കദാലിക നജ്സി അദ്ദാലിമീൻ. അതേപോലെ തന്നെ അവലം യറല്ലദീന കഫറൂ, കഫറൂ എന്നുള്ളതിന് ശേഷം കുറച്ച് നിന്നിട്ട് 6 അക്ഷരം നിന്നിട്ട് കാര്യം ശേഷം അംസയാണ് വരുന്നത്. കഫറൂ അന്നസ്സമാവാതി, അന്ന അവിടെ നൂന് മണിച്ചിട്ടാണ് ഉച്ചരിക്കേണ്ടത്. അന്നസ്സമാവാതി വൽ അർദ്, അർദാണെങ്കിൽ വൽ അർദ്, നിർത്താതാണെങ്കിൽ വൽ അർദ കാനത റത്ഖൻ, റത്ഖൻ ഫഫതഖനാഹുമ, ഫഫതഖ ഹുറൂഫുൽ ഖൽഖലൻ, ഫഫതഖനാഹുമ എന്നല്ല, ഫഫതഖനാഹുമ, ഫഫതഖനാഹുമ എന്നോതരുത്, ഫഫതഖനാഹുമ എന്നോതണം. ഫഫതഖനാഹുമ അവിടെ നൂന് ഹാവും കൂട്ടിയിട്ടാണ് ഇതിൻ്റെ മുസാഫിൽ അല്ലേ. നൂന്റെ മുകളിൽ അലിഫ് ഉണ്ടാവും. ഫഫതഖ്ന എന്ന് അവിടെ ചേർന്നിട്ട് ഉച്ചരിക്കണം. ഫഫതഖ്നാഹുമ വജഅൽന മിനൽ മാ എന്നുള്ളടത്ത് നിന്നിട്ടാണ്. കുല്ല ഷൈഇൻ ഹയ്യിൻ രണ്ടോടത്ത് ഇദ്ഹാർ ചെയ്യണം. കുല്ല ഷൈഇൻ ഹയ്യിൻ, ഷൈഇൻ എന്നുള്ളിടത്തും തൻവീൻ ഉച്ചരിക്കണം, ഹയ്യിൻ എന്നുള്ളിടത്തും തൻവീൻ ഉച്ചരിക്കണം. കാരണം ഹയ്യിന് ശേഷം ഹംസയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഷൈഇൻ എന്നുള്ള ഹംസന്റെ ശേഷം ഹ ആണ് വന്നിട്ടുള്ളത്. അഫലാ യുഅ്മിനൂൻ, ഇതാണ് ഈ ആയത്തിന്റെ പിന്നെ ഓതുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വെച്ചാൽ, അപ്പൊ മലക്കുകളെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞു വലാ യശ്ഫഊന ലില്ലാ ലിമൻ ഇർതദാ വഹും മിൻ ഖശ്യതിഹി മുശ്ഫിഖൂൻ. എന്നിട്ട് അള്ളാഹു പറയാണ് വമൻ യഖുൽ മിൻഹും, ഇനി ഈ മലക്കുകളിൽ നിന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ, മലക്കുകളിൽ നിന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ എന്താണ് പറയാ? ഇന്നി ഇലാഹും മിൻ ദൂനി, ഞാൻ അള്ളാഹുവിന്റെ പുറമെ ഇലാഹാണ്, ഞാനൊരു പടച്ചവനാണ് എന്ന് ഈ മലക്കുകളിൽ നിന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ. അപ്പൊ ഇവിടെ നമുക്കറിയാം മലക്കുകളെ സംബന്ധിച്ചിടത്തോളം മലക്കുകൾ ആരാണ്? തെറ്റുകൾ ചെയ്യാത്തവരാണ്. അപ്പൊ ഉലമാക്കൾക്കിടയിൽ ഒരു ചർച്ചയുള്ള വിഷയം എന്താ വെച്ചാൽ,
മലക്കുകൾ നിർബന്ധിതരാണോ, അതല്ല പിന്നെ അവർ ഇബാദത്ത് സ്വന്തമായിക്കൊണ്ട് സ്വയമേ ചെയ്യുകയാണോ, അതല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കാൻ കഴിയാത്ത രീതിയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. മനസ്സിലായോ? അതായത് ഒരിക്കലും അള്ളാഹുവിനെ ധിക്കരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള സൃഷ്ടിപ്പാണോ മലക്കുകളുടേത്, അതല്ല മനുഷ്യന്മാരെ പോലെ ധിക്കരിക്കാൻ കഴിയും, പക്ഷെ എന്ത് ചെയ്യൂല, ധിക്കരിക്കുകയില്ല. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ള എന്താ വെച്ചാൽ, മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്ന ചില ജാഹിലീങ്ങൾ മനസ്സിലാക്കിയതുപോലെ മലക്കുകൾക്കൊരിക്കലും അള്ളാഹുവിനെ ധിക്കരിക്കാൻ കഴിയുകയില്ല എന്നത് ശരിയല്ല. പക്ഷെ അവരെന്ത് ചെയ്യൂല, ധിക്കരിക്കൂല. ശരിയല്ലേ? അതുകൊണ്ടാണ് വമൻ യഖുൽ മിൻഹും ഇന്നി ഇലാഹും മിൻ ദൂനി. അപ്പൊ അവർക്ക് അങ്ങനെ പറയാൻ കഴിയാത്തതാണെങ്കിൽ അള്ളാഹ് ഈ ആയത്തിന് എന്തില്ല, പ്രസക്തി ഇല്ലല്ലോ. ഇവിടെ മിൻഹും എന്ന് പറഞ്ഞതിന്റെ മലക്കളെ സംബന്ധിച്ചാണ് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, സഹാബത്ത് അടക്കമുള്ള ആളുകൾ. വേറെ ചില ആളുകൾ ഇബ്ലീസാണെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് അത്ര പ്രാമാണികമല്ല. കാരണം മലക്കളെ സംബന്ധിച്ചാണ് ഇവിടെ മുമ്പത്തെ ആയത്തിലൊക്കെ തന്നെ ചർച്ച. അപ്പൊ മലക്കുകൾ എന്ന് പറഞ്ഞാൽ പിന്നെ ആ മലക്കൾ എടുത്ത് പറയാൻ കാരണം എന്താ വെച്ചാൽ അള്ളാഹു കൊടുക്കട്ടോ, അള്ളാഹുമായി കൊണ്ട് അടുത്ത ആളുകൾ, മനുഷ്യന്മാരെക്കാളൊക്കെ ഒരുപാട് ശക്തി കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവർ, അവര് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ഞാൻ ഇലാഹാണ് എന്ന് പറഞ്ഞാൽ അതുപോലും എന്തല്ല, സ്വീകരിക്കപ്പെടില്ല. അവർ ഇനി മനുഷ്യന്മാര് പറഞ്ഞ പോലെ കഥ പറയണം. ശരിയല്ലേ? മനുഷ്യന്മാരെക്കാളൊക്കെ എത്രയോ ശക്തിയുള്ള, അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ള, അള്ളാഹുവിന്റെ സാമീപ്യമുള്ള മലക്കൾ ഭൂമിയിലല്ലേ, അല്ല മനുഷ്യന്മാർ ഭൂമിയിലാണല്ലോ. മലക്കൾ അള്ളാഹിന്റെ അറശ് വഹിക്കുന്നത് ആരെന്നെയാണ് എന്നാൽ അള്ളാഹുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് മനുഷ്യന്മാരെക്കാൾ കൂടുതൽ ആരാണ്, മലക്കളാണ്. അപ്പൊ ആ മലക്കിൽപ്പെട്ട ഏതെങ്കിലും ഒരു മലക്ക് പറയാണ് വമൻ യഖുൽ മിൻഹും ഇന്നി ഇലാഹും മിൻ ദൂനി, അള്ളാഹുവിന് പുറമെ ഞാൻ ഇലാഹാണ് എന്ന് പറഞ്ഞാൽ, ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് വെച്ചാൽ, അതായത് വഹാദ ദലീലുൻ അന്നഹും വഇൻ ഉക്രിമു ബിൽ ഇസ്മതി ഫഹും മുതഅബ്ബിദുൻ. മലക്കുകൾ തെറ്റ് ചെയ്യൂല എന്നുള്ള കാര്യം തർക്കമല്ല. പക്ഷെ അവർ തെറ്റ് ചെയ്യും, പിന്നെ അവർക്ക് തെറ്റ് കഴിയും, എന്നാലും ഫഹും മുതഅബ്ബിദൂന, അവർ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്നവരാണ്. വലൈസു മുൻതരീന ഇലൽ ഇബാദ, അവർക്കൊരിക്കലും നിങ്ങൾ ഇബാദത്ത് ചെയ്തേ മതിയാവും, വേറെ നിങ്ങൾക്ക് ഒരിക്കലും ധിക്കരിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ട് എന്നുള്ളതിന് എന്തില്ല, അവർ സ്വയമേ ഇബാദത്ത് ചെയ്യുന്നവർ, അതല്ലാതെ തെറ്റുകൾ ചെയ്യാൻ കഴിയാതെ സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന് അതിന് അർത്ഥമില്ല. കമാ ദന്നഹു ബഅദുൽ ജുഹാൽ, ചില ജാഹിലികളായ ആളുകൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഈ ആയത്തിന്റെ ഇങ്ങനെ പിന്നെ ആരെങ്കിലും ഇലാഹാണെന്ന് പറഞ്ഞാൽ അവന്റെ ശിക്ഷ അല്ലാഹ് പറഞ്ഞത് ഫദാലിക നജ്സിഹി ജഹന്നം, അപ്പോൾ നാം അവൻ എന്ത് കൊടുക്കും, ജഹന്നം ശിക്ഷ കൊടുക്കും. അപ്പൊ ഒരു വ്യക്തി പറയാം, അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു മഖ്ലൂക്ക് പറയാണ് ഞാൻ പടച്ചവനാണ്, ഞാൻ ഇലാഹാണ് എന്നൊരു വ്യക്തി പറഞ്ഞാൽ ആ വ്യക്തിക്കുള്ള ആയത് മലക്കാണെങ്കിൽ, ഇപ്പൊ മലക്കുകളാണ് അള്ളാഹിന്റെ സൃഷ്ടികൾ ഏറ്റവും വലിയ സൃഷ്ടികൾ, ആ മലക്ക് പറഞ്ഞാൽ ഇവരെ ഫദാലിക നജ്സിഹി ജഹന്നം, നാം അവന് ജസാ കൊടുക്കുന്നതായിരിക്കും ജഹന്നമായിരിക്കും. അപ്പൊ നരകത്തിൽ ഇട്ടിട്ടാണ് ആരെ കരിച്ചു കളിയ ഈ പറയുന്ന ആളുകളെ. ഇനി നിങ്ങൾ നോക്കി, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ദുർബലൻ എന്ന് പറയാവുന്നൊരു സൃഷ്ടിയാണ് ആര്, മലക്കൾ. വഖുലിഖൽ ഇൻസാനു ദഈഫാ എന്നുള്ളത്, മനുഷ്യന്റെ സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ദുർബലനാണ് മനുഷ്യൻ. അവന്റെ ബുദ്ധിക്ക് പവറുണ്ട്, പക്ഷെ ശരീരം വളരെ ദുർബലനാണ്. ഒന്നും വേണ്ട, നമുക്ക് ഒരു 5-ലധികം തവണ ടോയ്ലറ്റ് പോയാൽ തന്നെ എന്താ മനുഷ്യന്റെ അവസ്ഥ? അവന് എത്ര പൈസ ഉള്ളവനാണെങ്കിലും, എത്ര കാറുള്ളവനാണെങ്കിലും, വീടുള്ളവനാണെങ്കിലും അവന്റെ കഥ കഴിഞ്ഞ്.
മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് മറ്റേ താഴ്വ പിന്നെ മനുഷ്യന്മാരെ പറ്റി മലം ചുമക്കുന്ന ഒരു പെട്ടിയാണ് മനുഷ്യൻ എന്ന് പറഞ്ഞു. അതായത് കുറച്ച് ഇതിൻ്റെ ഉള്ളിൽ എന്ത് വേണം, സ്റ്റോക്ക് വേണം, ഇല്ലെങ്കിലൊക്കെ പോയാൽ മനുഷ്യന്റെ കഥ അത്രേ ഉള്ളൂ. ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യന്റെ ഫുള്ള് ദഈഫ്. അതുകൊണ്ട് 28 ദിവസം മാത്രം ഒരു പിന്നെ മുട്ടന്റെ ഉള്ളിൽ ഇരിക്കുന്ന കോഴിക്കുഞ്ഞ് വരെ ഒരു 28 ദിവസം കൊണ്ട് എന്ത് ചെയ്യും, മുട്ട പൊട്ടിച്ചാൽ ഇറങ്ങി നടക്കും. ഒരു 28 ദിവസം, ഒരു മാസം തയ്ച്ചില്ല. നമ്മൾ 9 മാസവും 9 ദിവസം ഉമ്മാന്റെ വയറ്റിൽ കുത്തിരുന്നാലും ചേർക്കുന്നുണ്ടോ? ഇല്ല. ആൺകുട്ടി വരെ 6 മാസമുള്ള 5-6 മാസമുള്ള ആൺകുട്ടിയെ നീച്ചോളും. മനുഷ്യൻ വളരെ ദുർബലനാണ്. അപ്പൊ ഇത്രയും ശക്തരായ മലക്കുകൾ വരെ പറഞ്ഞാൽ ഫദാലിക നജ്സിഹി ജഹന്നം, നാം അവന് ജഹന്നം പ്രതിഫലമായി കൊണ്ട് കൊടുക്കുന്നതാണ്. അപ്പൊ അള്ളാഹു ഞാൻ പടച്ചോനാണെന്ന് പറഞ്ഞാൽ ഓൻ അള്ളാഹു എന്ത് ചെയ്യും, നരകത്തിലിട്ട് കരിച്ച്. ആ പറഞ്ഞോന്റെ എത്ര വലിയവനാണെങ്കിലും അത് അള്ളാഹ്ക്ക് പ്രശ്നമല്ല. പക്ഷെ നമുക്കറിയാം മലക്കൾ എന്ത് ചെയ്യൂല, പറയില്ല. പറയോ? ലോകത്തെ ഏതെങ്കിലും മലക്കൾ പറയും. പിന്നെ ഇത് എന്തിനാണ് അള്ളാഹ് പറഞ്ഞത്? മലക്കുകൾ പറയില്ല എന്നത് അള്ളാഹ്ക്കറിയാം. പക്ഷെ ഇനി ഒരു മലക്കാണ് പറഞ്ഞതെങ്കിൽ പോലും ഓനെ ഞാൻ വെറുതെ വിടൂല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അള്ളാഹ് കൂക്കുണ്ടല്ലോ, അള്ളാഹുവിന്റെ ഉലൂഹിയത്തിന്റെ മഹത്വമാണത്. എന്നാൽ പടച്ചോനല്ലാതെ ഒരു ഇലാഹിനെ അള്ളാഹു ഒരിക്കലും എന്ത് ചെയ്യൂല, അംഗീകരിക്കൂല. അള്ളാഹു അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടെ ലാ എന്ന് പറഞ്ഞ നഫീൽ ജിൻസ് എന്നാണ്. ഇലാഹായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല പടച്ചോനല്ലാതെ. അപ്പൊ അള്ളാഹുവിന്റെ ഉലൂഹിയത്തിന്റെ പവറും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉലൂഹിയത്തിന്റെ ശക്തിയും കാണിക്കാനാണ് ഇത് പറഞ്ഞത്. ഇനി മാത്രമല്ല ഈ ആയത്ത് വിശദീകരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചാൽ, ഇതേപോലെ തന്നെ അള്ളാഹു ചില കാര്യങ്ങൾ പറയും. അതായത് ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യം അങ്ങനെ സംഭവിച്ചാലുള്ള അതിന്റെ പിന്നെ ആഖിബത്ത്, അതിന്റെ പര്യവസാനം പറഞ്ഞുകൊണ്ട് പറയുന്ന ചായൽപ്പെട്ടതാണ്. ഇപ്പോൾ വിശുദ്ധ ഖുർആൻ തന്നെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചുകൊണ്ട് പറയാണ്, ലൈൻ അശർക്ത ലഹബതൻ അമലുക, നബിയെ നിങ്ങൾ ശിർക്ക് ചെയ്താൽ നിങ്ങളുടെ അമൽ എന്ത് ചെയ്യും, പൊടിഞ്ഞു പോകും. നബി ശിർക്ക് ചെയ്യോ? ശിർക്കിനെതിരെ വന്ന ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യില്ല, ശിർക്ക് ചെയ്യില്ല. പക്ഷെ ഈ ആയത്ത് ഇങ്ങനെ പറയാൻ കാരണം എന്താണ്? ഇനി നബി ആണെങ്കിലും ശിർക്ക് ചെയ്താൽ പൊടിഞ്ഞു പോകും. എത്ര വലിയവനാണെങ്കിലും അള്ളാഹുവിന്റെ ഉലൂഹിയത്തിൽ അവൻ പങ്കു ചേർത്താൽ നജ്സിഹി ജഹന്നം എന്നാണ്. അതുകൊണ്ടാണ് ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ പിന്നെ മുഫസ്സിരിങ്ങൾ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, നജ്സി വകദാലിക നജ്സി ളാലിമീൻ, അതുകൂടി പറയാം. കദാലിക നജ്സി ളാലിമീൻ, അങ്ങനെയാണ് ളാലിമീങ്ങളായ ആളുകൾക്ക് നാം പ്രതിഫലം കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ, എത്ര വലിയ പടപ്പുകളാണെങ്കിലും ഒക്കെ അള്ളാഹിന്റെ പടപ്പുകളാണ്. മലക്കാണെങ്കിലും മനുഷ്യരാണെങ്കിലും അമ്പിയാക്കന്മാരാണെങ്കിലും ആരാണെങ്കിലും അള്ളാഹു ഇല്ലാത്തതെല്ലാം അള്ളാഹിന്റെ സൃഷ്ടികളാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അവൻ ആലമിന്റെ റബ്ബാണ്. നമ്മൾ ഫാത്തിഹ സൂറത്തിൽ ആദ്യം ആയത്തല്ലേ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ എന്താ? ആലമീന്റെ റബ്ബാണ് അള്ളാഹ്. ആലം എന്ന് പറഞ്ഞാൽ മാ സിവല്ല, അല്ലാത്തതൊക്കെ എന്താണ്? ആലമാണ്. അല്ലാത്തതെല്ലാം ആലമാണ്. അപ്പൊ ആ അല്ലാത്തതിന്റെ എല്ലാം റബ്ബാണ് ആര്? അള്ളാഹു. അതിന് ബദരീങ്ങളും പെട്ട്, പ്രവാചകന്മാരും പെട്ട്, മലക്കളും പെട്ട്, അതുപോലെ തന്നെ സീമടവരും പെട്ട്, എല്ലാരും പെട്ട്. അവരൊക്കെ റബ്ബ് അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹുവിന് പുറമെ വേറെ ഇലാഹുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഇത് സ്വയം പറയുക മാത്രമല്ല, സ്വയം പറഞ്ഞാൽ തെറ്റുകാരനാണ്. ഇപ്പൊ ഫിറൗനൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ത്, അന റബ്ബുക്കുമുലാല. പിന്നെ ഹല്ലാജിനെ പോലത്തെ ആളുകളും പറഞ്ഞിട്ടുണ്ട്, മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെയാണ് ഇലാഹ്, ഞാൻ തന്നെയാണ് പഠിച്ചവന്. അതുകൊണ്ടാണ് സുബ്ഹാനി സുബ്ഹാനി എന്ന് പറയാം. നമ്മളൊക്കെ എന്താ പറയാ? സുബ്ഹാനല്ലാഹ് എന്നല്ല പറയാ. നമ്മൾ ദിക്റെന്താ? സുബ്ഹാനല്ലാഹ് എന്നാ. പക്ഷെ ഈ ചങ്ങാന്റെ ദിക്ർ സുബ്ഹാനി സുബ്ഹാനി, ഞാൻ മഹത്വമുള്ളവനാണ്, ഞാൻ മഹത്വം. കാരണം അവൻ തന്നെയാണ് എന്ത്, പഠിച്ചവെന്നാണ് അവന്റെ വിശ്വാസം. അയാളാണ് പിന്നെ കുത്തി നുറുക്കിയിട്ട് കരിച്ചു കട. അന്നത്തെ കാലത്തെ പണ്ഡിതന്മാർ മുഴുവൻ ഫത്ത് കൊടുത്ത് അത് നമ്മളെ ആൾക്കാർ പറഞ്ഞു, അന്ന് ഞാൻ ഉണ്ടെങ്കിൽ അവന്റെ കൈ ഞാൻ പിടിക്കുന്നതാണ് മാലയിലുള്ളത് എന്നവൻ പറഞ്ഞ് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ഒരു ഇലാഹുണ്ടെന്നുള്ള അള്ളാഹു ഒരു നിലക്കും വിശ്വസിക്കാത്ത, അല്ലെങ്കിൽ ഒരു നിലക്കും അംഗീകരിക്കാത്തതാണ്. എന്നിട്ട് ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി പറയാണ്, കദാലിക നജ്സി ളാലിമീൻ എന്ന് പറഞ്ഞാൽ വകദാലിക നജ്സി ളാലിമീൻ വാദിഈന അൽഉലൂഹിയ്യത വൽ ഇബാദ ഫീ ഗൈരി മൗദിഇഹാ,
ഉലൂഹിയത്തും ഇബാദത്തും അതിന്റെ യഥാർത്ഥ സ്ഥാനത്ത് കൊണ്ടുപോയി വെക്കാത്ത ആളുകളൊക്കെ ഈ ആയത്തിന്റെ പരിധിയിൽ വരും. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കൊടുക്കേണ്ട ആരാധനകൾ അള്ളാഹുവിന്റെ ഏതെങ്കിലും പടപ്പിന്റെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചാൽ അവൻ ആരാണ്? ഈ ആയത്തിന്റെ പരിധി വരും. കദാലിക നജ്ദി ളാലിമീൻ ളാലിമാണ്. കാരണം ദുൽമ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് വെക്കേണ്ട കാര്യം വേറെ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക, അതാണ് ദുൽമ്. അത് ഒരു കാര്യം വെക്കേണ്ട സ്ഥാനത്ത് അല്ലാതെ എന്ത് ചെയ്യുക? കൊണ്ടുപോയി വെക്കുക. മനസ്സിലായില്ലേ? അതൊക്കെ ദുൽമ, ഭാഷാപരമായി കൊള്ളും. അപ്പൊ ഏറ്റവും വലിയ ദുൽമ എന്ന് വെച്ചാൽ ശിർക്കാണ്. എങ്ങനെ ദുൽമായി? അള്ളാഹ്ക്ക് മാത്രം കൊടുക്കേണ്ട ആരാധന ഉണ്ടല്ലോ, ആ ആരാധന എടുത്തിട്ട് മൂപ്പരെന്ത് ചെയ്ത് ഇവിടെ ഉണ്ടാച്ചു. കുറച്ച് മെഡിറ്റേഷനും കുറച്ച് ബദരീങ്ങൾക്കും കുറച്ച് ഗുരുവായൂരപ്പനും ഇങ്ങനെ മനുഷ്യന്മാര് ഇവിടെ വെക്കേണ്ട സാധനം എടുത്തിട്ട് പുറത്തുവെച്ചു. അതാണ് ദുൽമ്. അത് ഏറ്റവും വലിയ ദുൽമാണ്. അതാണ് കദാലിക നജ്ദി ളാലിമീൻ എന്ന് പറഞ്ഞാൽ അപ്രകാരമാണ് ളാലിമീങ്ങൾക്ക് നാം എന്ത് ചെയ്യുക? ജസാ കൊടുക്കുക. അപ്പൊ അതുകൊണ്ടാണ് ഇമാം ഖുർത്തുബി പറയാണ്, ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, ഈ സ്വന്തം ഇലാഹ് എന്ന് വാദിച്ചോ മാത്രല്ല, അവന്റെ ജീവിതത്തിലെ ഇബാദത്തിൽ ഏതെങ്കിലും ഒരു വശം അള്ളാഹു അല്ലാത്തവന് കൊടുത്തോനും ഈ ആയത്തിന്റെ പരിധി വരും. അത് ഷിയാക്കളിൽ നിന്ന് കിട്ടിയതാണ്. അങ്ങനെ ലോകത്ത് പിന്നെ ഒരു മുശ്രിക്കുണ്ടോ? ഇബ്ലീസ് വരെ തൗഹീദുള്ളവനാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല പോലെ ഒരു ഖാലിഖ് ഉണ്ട് എന്ന് അള്ളാഹു വിശ്വസിക്കുന്ന ആരെങ്കിലും വിശ്വസിക്കുമോ? ഉണ്ടാവില്ലല്ലോ. അങ്ങനത്തെ ഒരു മുശ്രിക്കില്ല. മാത്രമല്ല, പിന്നെ ഫിർഔൻ പറഞ്ഞാൽ റബ്ബുക്കുമില്ല അല്ലാതെ. പക്ഷേ ഇന്നല്ലാഹി യഅതി ബിശംസി ബിൽ മശ്രിഖി ഫഅതി ബിഹാ മിനൽ മഗ്രിബി പറഞ്ഞപ്പോഴോ ഫബുഹിത്തല്ലദീ കഫറ. അവന്റെ കഥ കഴിഞ്ഞു, അവൻ കഴിഞ്ഞു. അപ്പൊ അങ്ങനത്തെ ഒരു വിശ്വാസിക്കുന്ന അള്ളാഹുവിനെ പോലെ ഖാലിഖാണെന്ന് വിശ്വസിച്ചെങ്കിലേ ശിർക്ക് വരുള്ളൂ എന്നുള്ള വിശ്വാസം അത് ഷിയാക്കൾ ഉണ്ടാക്കിയ വിശ്വാസമാണ്. അത് അഹ്ലുസുന്നയുടെ വിശ്വാസമല്ല. ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് കൊടുക്കേണ്ട എന്തെങ്കിലും കാര്യം അല്ലാത്തവർക്ക് കൊടുത്താൽ അതിനാണ് ശിർക്ക് എന്ന് പറയുന്നത്. അതായത് ശിർക്ക് എന്ന് പറയുന്ന ഭാഷാപരമായ ഉദ്ദേശം എന്താ വെച്ചാൽ ഷെയർ ആക്കാണ്. ശിർക്ക് എന്ന് പറയുന്നത് എന്താ? ഷെയർ ചെയ്യാം. അള്ള കാണുന്നൊക്കെ കാണും. പക്ഷെ അള്ള കാണുന്നൊക്കെ കാണുന്ന ഖുറാനെതിരാണ്. രണ്ടാമെന്ന് വെച്ചാൽ അള്ള കാണുന്നൊക്കെ കാണും, പക്ഷെ അള്ളാഹു കാണുന്നത് പോലെ ഇല്ല എന്ന് പറഞ്ഞപ്പോ ഇവരൊക്കെ അള്ളാഹിനെ പോലെയാണെന്ന് വന്നില്ലേ? അള്ളാഹു സൃഷ്ടിക്കുന്നതെല്ലാം സൃഷ്ടിക്കും. നമ്മൾ തിരിച്ചറിഞ്ഞ് നിൽക്കുക. അള്ളാഹു സൃഷ്ടിക്കുന്നതെല്ലാം ഇവർ സൃഷ്ടിക്കും, പക്ഷെ അള്ളാഹു സൃഷ്ടിക്കുന്ന പോലല്ല. അപ്പൊ അള്ളാഹിന്റെ കഴിവിന് തുല്യം വന്നില്ലേ? അള്ളാഹിന്റെ കഴിവിന് തുല്യം വന്നില്ലേ? അള്ളാഹു അറിയുന്നതെല്ലാം ഇവരെ അറിയും, പക്ഷെ അള്ളാഹ് അറിയുന്ന പോലെ അല്ല എന്ന് പറഞ്ഞാൽ അന്ന് ഇവര് തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? പിന്നെ ഇവർ അള്ളാഹ് കൊടുത്ത കഴിവ്, അള്ളാഹിന്റെ കഴിവ് കൊടുത്ത പിന്നെ അള്ളാഹ്ക്ക് എന്താ പ്രസക്തിയില്ല? അള്ളാഹിന്റെ എല്ലാ കഴിവും അള്ളാഹിന്റെ പടപ്പുകൾക്ക് അള്ളാഹ് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അള്ളാഹ്ക്ക് ഒരു പ്രസക്തി ഉണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു പ്രിൻസിപ്പാൾക്കുള്ള അധികാരം എല്ലാം പ്യൂണിനാണ് കൊടുത്ത്. പിന്നെ പ്രിൻസിപ്പാൾ എന്തിനാ അവിടെ? പിന്നെ ഒരു സ്ഥാപനത്തില് പ്രിൻസിപ്പാൾക്കൊരു അധികാരമുണ്ട്, പ്യൂണിന് അധികാരമുണ്ട്. പക്ഷെ ഈ പ്രിൻസിപ്പാൾക്കുള്ള എല്ലാ അധികാരവും ആരും പ്രിൻസിപ്പാൾ എന്തത് ഇജ്ജ് പ്രിൻസിപ്പാളേക്ക്, പിന്നെ ഇയാളെന്തിനാ അവിടെ? അത് മനുഷ്യന്മാരും അംഗീകരിക്കാത്ത കാര്യമാണ്. പിന്നെ അള്ളാഹിന്റെ വിഷയത്തിൽ അംഗീകരിക്കണം. അതൊക്കെ വെറുതെ ഒരു പൊട്ടത്തരം പറയുന്നല്ലാതെ. ഇനി ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു കാര്യമുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഈ ആയത്ത് പ്രകാരം അദ്ദേഹം പറയാണ്, പിന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആകാശത്തിലും ഭൂമിയിലും അഥവാ മലക്കുകളെക്കാളും ശ്രേഷ്ഠനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നുള്ളതിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയാൻ. അതായത് ഇവിടെ മലക്കുകളോടാണ് അല്ലാഹു പറഞ്ഞത്, വമൻ യഖുൽ മിൻഹും ഇന്നി ഇലാഹും മിൻ ദൂനിഹി, നിങ്ങൾ കൂട്ടത്തിൽ ആരെങ്കിലും എനിക്ക് പുറമെ ഇലാഹാണെന്ന് പറഞ്ഞാൽ അവനെ ഞാൻ എന്ത് ചെയ്യും? ജഹന്നം കദാലിക നജ്സി എന്ന് പറഞ്ഞല്ലോ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫദ്ദലല്ലാഹു മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അൻബിയാ വഅല അഹ്ലിസ് സമാ, അള്ളാഹുവിന്റെ പ്രവാചകനെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ അമ്പിയാക്കന്മാരെക്കാളും ആകാശത്തുള്ള മലക്കുകളെക്കാളും അള്ളാഹു ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തോട് ശിഷ്യന്മാർ ചോദിച്ചു, ഇബ്നു അബ്ബാസ് ബിമ ഫദ്ദലല്ലാഹു അലാ അഹ്ലിസ് സമാ, എങ്ങനെയാണ് നിങ്ങൾ ആകാശത്തുള്ളവരെക്കാളും ശ്രേഷ്ഠനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിന് വിശദീകരണം നിങ്ങൾ എങ്ങനെയാ പറഞ്ഞത്?
അദ്ദേഹം പറയാണ് ഇന്നല്ലാഹ ഖാല ലി അഹ്ലിസ്സമാ, അള്ളാഹു അഹ്ലുസ്സമാനോട് പറഞ്ഞെന്താ, അള്ളാഹു ആകാശത്തുള്ളവർ വമൻ യഖുൽ മിൻഹും ഇന്നി ഇലാഹും മിൻ ദൂനിഹി, മലക്കുകൾ അള്ളാഹു പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും എനിക്ക് പുറമെ ഇലാഹാണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓനെ ഞാൻ നരകത്തിട്ട് കടിച്ചു കളയുന്ന പറഞ്ഞു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറഞ്ഞെന്താ, ഇന്നാ ഫതഹ്നാ ലക ഫതഹ മുബീന ലിയഗ്ഫിർ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാവിധ ഫതഹുകളും നൽകിയിരിക്കുന്നു, താങ്കൾക്കിനി വന്നതും ഇനി വരാനിരിക്കുന്നതുമായിട്ടുള്ള മുഴുവൻ പാപങ്ങളും പുറത്തു വന്നിരിക്കുന്നു. അപ്പൊ ഇനി നബിന്റെ അടുത്ത് അങ്ങനെ വന്നാലും അള്ള പുറത്തു കൊടുക്കുന്നില്ല, വരൂല. ഇനി എന്ത് അബദ്ധം വന്നാലും എന്ത് ചെയ്യും, അള്ള പുറത്തു കൊടുക്കുന്നവർ. മലക്കളെ പറ്റി പറഞ്ഞത് പുറത്തു കൊടുക്കുന്നില്ല, മലക്കളെ പറ്റി പറഞ്ഞെന്താ, നജ്സിഹി ജഹന്നം. അപ്പൊ ആരാണ് സേട്ടൻ? മലക്കളെ പറ്റി പറഞ്ഞപ്പോ നിങ്ങൾക്ക് എന്തുണ്ട്, ശിക്ഷ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞപ്പോ എന്ത് പറഞ്ഞു, എല്ലാം പുറത്തെടുത്തിരിക്കുന്നവർ. അപ്പൊ അഹ്ലുസ്സമാഇനേക്കാൾ ശ്രേഷ്ഠത ആർക്കുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ട്. ഇനി അദ്ദേഹം വീണ്ടും പറയാണ്, പിന്നെ ഫമാ ഫദ്ലുഹു അലൽ അംബിയ, ഇനി അമ്പിയാക്കന്മാർ മറ്റു അമ്പിയാക്കന്മാരെക്കാളും ശ്രേഷ്ഠത റസൂലുള്ളാഹിക്കുണ്ട്. അതിന്റെ തെളിവ് എന്താണ്? അപ്പൊ അദ്ദേഹം പറയാണ്, അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി ലിയുബയ്യിന ലഹും, നാം ഒരു പ്രവാചകനും അയച്ചിട്ടില്ല ആ പ്രവാചകന്റെ ഖൗമിന്റെ ഭാഷയിലല്ലാതെ. എന്ന് പറഞ്ഞാൽ ആ ഭാഷയെ സംസാരിക്കുന്നവർക്ക് മാത്രമുള്ള പ്രവാചകനാണ് ആ പ്രവാചകൻ. എന്നാൽ പ്രവാചകനെ കുറിച്ച് എന്താ പറഞ്ഞെന്താണ്, വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസ്, എല്ലാ ഭാഷയിലേക്കുള്ള പ്രവാചകനാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എല്ലാ പ്രവാചകന്മാരും ആ സമൂഹത്തിന്റെ ഭാഷയിൽ മാത്രം സംസാരിക്കുന്ന പിന്നെ ഭാഷയിലേക്ക് മാത്രമുള്ളവരാണെങ്കിൽ, നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ്, എല്ലാ ഭാഷക്കാരിലേക്കുമുള്ള പ്രവാചകൻ. അറബി മാത്രം സംസാരിക്കുന്നവർക്കുള്ളതല്ല, അറബി ഇംഗ്ലീഷും ഉറുദും സംസ്കൃതവും ഇനി ലിപി ഉള്ളതും ഇല്ലാത്തതും എല്ലാ ഭാഷക്കാരിലേക്കുമുള്ള, മാത്രമല്ല ഫാറസലഹു ഇലൽ ജിന്നി വൽ ഇൻസ്, ജിന്നുകളിലേക്കും ഇൻസുകളിലേക്കുമുള്ള പ്രവാചകൻ. അത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അങ്ങനെ തന്നെയാണ്. കാരണം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ തൗറാത്തും ആർക്ക് ബാധകമായിരുന്നു? ജിന്നുകൾക്ക് ബാധകമായിരുന്നു. ഈ ഇഞ്ചീലിന്റെ അടിസ്ഥാനം ഏതാണ്? തൗറാത്താണ്. അതുകൊണ്ടാണ് തൗറാത്ത് പിന്നെ ഇഞ്ചീലിന്റെ, അതായത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കിട്ടിയ ഇഞ്ചീലിന്റെ അടിസ്ഥാനം തൗറാത്താണ്. ആ തൗറാത്തിന്റെ ഒരു പുതിയ വേർഷനാണ് എന്ത്, ഇഞ്ചീൽ എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് മൂസ പിന്നെ ജിന്നുകൾ വന്നിട്ട് റസൂലുള്ളാഹിക്ക് ഖുർആൻ കേട്ടപ്പോൾ അവർ പറഞ്ഞു, ഇന്നാ സമീന ഖുർആൻ അജബ, വലിയ അത്ഭുതമുള്ള ഖുർആൻ കേട്ടു. ഇത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്ന് നമ്മൾ കേട്ടതുപോലെ തന്നെയാണ് ഇത് എന്ന് പറഞ്ഞു. അപ്പൊ എന്താ വെച്ചാൽ മൂസാ നബിയുടെ ശരീരത്തിലും ആർക്കും ബാധകമായിരുന്നു? ജിന്നുകൾക്കും ബാധകമാണ്. റസൂലുള്ളാഹിന്റെ ശരീരത്തും ജിന്നുകൾക്കും ബാധകമാണ്. അപ്പൊ നമ്മളെപ്പോലെ തന്നെ അവർക്കും ഇബാദത്തുകളുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയില്ല, നിസ്കരിക്കുന്നുണ്ടാവും, നോമ്പെടുക്കുന്നുണ്ടാവും, ഒക്കെ ഉണ്ട്, ഹജ്ജ് വരെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമ്മൾ പിന്നെ ജിന്നിന്റെ അമീറായിട്ട് മനുഷ്യന്മാരെന്നിട്ടില്ല, നിയോഗിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യന്മാരിലേക്ക് വന്ന് ജിന്നുകൾക്കും ക്ലാസ് എടുക്കാൻ പ്രവാചകൻ പോയിട്ട് ഹദീസിൽ കാണാം. ഒരിക്കൽ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബത്ത് പിന്നെ കാണില്ല. പിന്നെ ഇത് ഇത്ര പൊന്തിക്കണ്ട, ഇതിങ്ങനെ മൈക്ക് നേരെ ഇത് വെച്ച് ശരിയായി. പിന്നെ ഒരിക്കൽ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇശാ നിസ്കാര ശേഷം നബിനെ കാണാനില്ല. സഹാബത്താകെ ബേജാറായി. കാരണം മദീനത്ത് റസൂലുള്ളാഹിക്ക് ഒരുപാട് ശത്രുക്കളുണ്ടല്ലോ. പിന്നെ അപ്പൊ സഹാബത്ത് പല സ്ഥലത്തും തെരഞ്ഞു, പിന്നെ എവിടെയും നബിനെ കാണില്ല. ആ പ്രവാചകന്റെ ഭാര്യമാരും സഹാബത്തൊക്കെ ബേജാറായി, എല്ലാ സ്ഥലത്തും തെരഞ്ഞു. അങ്ങനെ സുബഹിന്റെ സമയമാകുന്നതിന് കുറച്ചു മുമ്പ് ബുഖാരി ഉദ്ധരിച്ച ഹദീസാട്ടോ, കുറച്ചു മുമ്പ് എന്ത് ചെയ്തു, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നുണ്ട്. അപ്പൊ നബി ഇങ്ങനെ ചിരിച്ചിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ സഹാബത്തിനൊക്കെ സമാധാനമായി. അപ്പൊ നിങ്ങളിവിടെ ഇനി നബി, അപ്പൊ ഞാൻ നിസ്കരിച്ചിട്ട് പറഞ്ഞു തരാറ്. അങ്ങനെ സഹാബത്ത് നിസ്കാര ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ അടുക്കിലേക്ക് ജിന്നുകളിൽ വെട്ട ഒരാൾ വന്നു. ഇതൊക്കെ നമ്മൾ ചില ആൾക്കാർക്ക് വിശ്വസിക്കാൻ കഴിയുമെന്ന് അറിയില്ല കേട്ടോ, ജിന്നൊക്കെ അധികമാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക്. ഇത് ബുഖാരിയുടെ ഹദീസാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുകളിലേക്കുമുള്ള പ്രവാചകനാണ്. ജിന്നുകൾ റസൂലുള്ളാഹിക്ക് ഖുർആൻ എന്ന് കേട്ട സംഭവമൊക്കെ പിന്നെ ഖുർആൻ തന്നെ ഉണ്ട്. സുഹൃത്ത് ജിന്ന് എന്ന് പറഞ്ഞ അധ്യായം തന്നെ ഖുർആനിലുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ വന്നിട്ട് പറഞ്ഞു എന്ത്, എൻ്റെ അടുക്കൽ ജിന്നുകൾ വന്നുള്ള ഒരു ദാഇ, അഥവാ അവരിൽ നിന്ന് എന്നെ ക്ഷണിക്കാൻ വേണ്ടി ഒരാൾ വന്നു.
അവർക്ക് ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അവരെന്നെ കൂട്ടിക്കൊണ്ടുപോയി. അവരുടെ താമസ സ്ഥലങ്ങളിലേക്ക് ഞാൻ പോയി. എന്നിട്ട് അവരുമായി കൊണ്ട് ദീനിന്റെ കാര്യങ്ങളൊക്കെ റസൂലുള്ളാഹി സംസാരിച്ചു. പിന്നെ അപ്പം അതിൻ്റെ രൂപം കാര്യം നമുക്കറിയില്ല, നമ്മൾ കാണാത്ത ജീവികൾ. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മോചിതത്താണല്ലോ. എന്നിട്ട് അതിനുശേഷമാണ് പ്രവാചകൻ പറഞ്ഞത് എന്ത്? രണ്ട് കാര്യങ്ങൾ അവർ എന്നോട് ആവശ്യപ്പെട്ടു, നിങ്ങൾക്ക് പറഞ്ഞുതരാൻ. ഒന്നെന്താ വെച്ചാല്, പിന്നെ ഈ നിങ്ങൾ എല്ലുകളെ കൊണ്ട്, അഥവാ പിന്നെ ഇപ്പൊ ഈ മരുഭൂമിയിലൊക്കെ സഞ്ചരിക്കുമ്പോൾ, മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ എന്താ വെച്ചാൽ ചിലപ്പോൾ പിന്നെ വെള്ളമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ മൂത്രം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴുകാൻ വെള്ളത്തിന് പകരം എന്തുപയോഗിച്ചാൽ മതി? കല്ല് ഇസ്ലാം അനുവദിച്ചിട്ടില്ലല്ലോ. 7 കല്ലുകൾ കൊണ്ട് എന്ത് ചെയ്യാം, പിന്നെ കഴുകിയ ശുദ്ധിയാവുള്ളൂ. അപ്പൊ ആ കല്ല് കിട്ടാത്തപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, എല്ലും ശരിക്കൊരു ചെറുതുള്ള സാധനമാണ്, വെള്ളം വലിച്ചെടുക്കുന്ന സാധനമാണ്. കാരണം എല്ലിനുള്ളിൽ വെള്ളം ഉണ്ടല്ലോ. അപ്പൊ എല്ലുകൾ സാധാരണ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഈ ഒട്ടകത്തിന്റെ ഉണങ്ങിയ കാഷ്ടങ്ങളൊക്കെ അത് കട്ടിണ്ടാവും, അവർ ഉപയോഗിക്കാറുണ്ടായിരുന്നു. പിന്നെ ഇത് രണ്ടും നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് സഹാബത്തിന് എന്ത് ചെയ്യണം, പഠിപ്പിച്ചു കൊടുക്കാം. അപ്പൊ എന്താണ് കാരണം ചോദിച്ചു. അപ്പൊ കാരണം എന്താ വെച്ചാൽ, ഈ ഭക്ഷണത്തിന്റെ അഥവാ നമ്മൾ തിന്നുന്ന ഭക്ഷണത്തിന്റെ എല്ലുകൾ ഉണ്ടാവും. ആ എല്ലുകൾ പിന്നെ ജിന്നുകൾക്ക് ലഭിക്കും. നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാവും. അതൊക്കെ റസൂലുള്ളാഹി അതിന്റെ വിശദാംശങ്ങൾ നമുക്കറിയില്ല. അപ്പൊ അവർക്കത് കിട്ടുമ്പോൾ ഔഫർ ലുഹൂമൻ എന്തുണ്ടാവും, നമ്മളിപ്പോ തിന്നുകാണ്ട് എല്ലാക്കിയിട്ട സാധനം, പക്ഷെ അവർക്ക് കിട്ടുമ്പോൾ എന്തുണ്ടാവും, മാംസം ഉണ്ടാവും. അതിലൊന്നുണ്ടാവും, ഇമാം മുസ്ലിം ഉദ്ധരിച്ചെത്തിയിട്ടോ, മാംസം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഇതുകൊണ്ട് നിങ്ങൾ പിന്നെ മൂത്രം ശുദ്ധിയാക്കിയിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യൂല, അത് കഴിക്കൂല. കാരണം മൂത്രം അവർ ഈ ശരീരത്തിൽ എന്താണ്, നജസല്ലേ. അപ്പൊ നജസായ ഒരു ഭക്ഷണം എന്ത് ചെയ്യൂല, അവര് കഴിക്കൂല. അതുകൊണ്ട് നിങ്ങൾ എല്ലുകളെ കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, പിന്നെ ചെയ്യാൻ പാടില്ല. അപ്പൊ ഇത് തെറ്റിദ്ധരിച്ചിട്ട് ചില ആൾക്കാർ എല്ലാണ് ജിന്നുകളല്ല തിന്ന, ജിന്നുകളും മാംസം ഞാൻ തിന്ന. പക്ഷെ നമ്മൾ തിന്ന എല്ലിന്റെ അവർക്ക് കിട്ടുമ്പോൾ എന്തുണ്ടാവും, മാംസം ഉണ്ടാവും. അതല്ല അവർക്ക് കൊടുക്കുന്ന റിസ്ക്കാണ്. അത് നമുക്കൊരു വിശദാംശങ്ങൾ അറിയില്ല. അല്ല അങ്ങനെ അവർക്ക് ആ റിസ്ക്കാണ് കൊടുക്കുന്നത്. രണ്ടാമെന്ന് വെച്ചാൽ ഈ റൗസ് ഉണ്ടല്ലോ, ഇപ്പൊ നമ്മുടെ മൃഗങ്ങളുടെ റൗസ് അഥവാ കാഷ്ടം, ആ കാഷ്ടം ജിന്നുകളുടെ മൃഗങ്ങളുടെ ഭക്ഷണമാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അപ്പൊ ജിന്നുകൾക്ക് ഇപ്പൊ നമ്മൾ വീട്ടില് ആടിനും പോത്തിനൊക്കെ വളർത്തുന്ന പോലെ തന്നെ അവർക്കും വളർത്തുന്നു. പക്ഷെ നമുക്ക് കാണാത്തോണ്ട് നമ്മൾ ജിന്നുകളെ കാണുന്നില്ല, പിന്നെ മൃഗങ്ങൾ കാണാം. അപ്പൊ നമ്മളെപ്പോലെ തന്നെ ഉള്ള ഒരു ലോകമാണ് ഏത്, ജിന്നുകളുടെ ലോകം. അവർക്ക് കൃഷിയുണ്ട്, അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ദഅവത്തുണ്ട്, ഖുർആൻ ക്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ മുസ്ലിമീങ്ങളുണ്ട്, കാഫിരികളുണ്ട്. മുസ്ലിങ്ങളും കാഫിരികളും തമ്മിൽ ഫൈറ്റ് ഉണ്ട്, അതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് എന്തുണ്ട്, മൃഗങ്ങളും ഉണ്ട്. അപ്പൊ അത് ഏത് കോലത്തിലാന്ന് നമുക്ക് എന്ത് ചെയ്യില്ല, അറിയാൻ കഴിയില്ല. നമുക്ക് പിന്നെ ഓരോ മൃഗത്തെ കാണാൻ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ സംബന്ധിച്ച് നമ്മളെ കാര്യം ചിന്തിച്ചാൽ മതി. മനുഷ്യന്മാരുടെ കാര്യം തന്നെ അവിടെ ചിന്തിച്ചിട്ട് സമയം തേണില്ല. ഈ നമ്മൾ ജിന്നിന്റെ കാര്യം ചെയ്യേണ്ട, ചിന്തിക്കാനും കൂടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജിന്നുമായിക്കൊണ്ട് ബന്ധപ്പെടുന്ന ഒരു മേഖലയും ഇല്ല. അതുപോലെ ഒരു ലോകം പരലോകത്ത് ഹിസാബും സ്വർഗ നരകമൊക്കെ വേണ്ട. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരിലേക്കുമുള്ള പ്രവാചകനാണ്, ജിന്നുകളിലേക്കും. അതുകൊണ്ടാണ് ഫബി അയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ സൂറത്ത് റഹ്മാൻ ഓതി കഴിഞ്ഞാണ്ടല്ലോ, നിങ്ങൾ രണ്ടുപേരും എന്തിനാണ് രണ്ടുപേരും എന്ന് പറഞ്ഞാൽ ആരാ, മനുഷ്യരും ജിന്നുകളാണ്. റബ്ബിക്കുമാ എന്ന് പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും റബ്ബിന്റെ ഏത് ദൃഷ്ടാന്തങ്ങൾ നിശ്ചയിക്കുന്ന പറഞ്ഞാൽ ഈ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ ഒന്ന് മനുഷ്യരും ജിന്നുകളുമാണ്. അതാണ് അവിടെ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറ്റുള്ള പ്രവാചകന്മാരെക്കാൾ കൂടുതൽ ശ്രേഷ്ഠതയുണ്ട് എന്നുള്ളതിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തും അതുപോലെ തന്നെ മലക്കളെക്കാളും ശ്രേഷ്ഠത ഈ ആയത്ത് പിന്നെ റസൂലുള്ളാഹിക്ക് ഉണ്ട് എന്നുള്ളതിന് ഈ ആയത്താണ് തെളിവായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് തെളിവുകളുണ്ട്. ആ തെളിവുകൾ ഒരു തെളിവായിട്ട് ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിക്കൂടെ തഫ്സീർ കാണാൻ കഴിയും. അപ്പൊ ശിർക്കിന്റെ ഗൗരവം ആണ് ഈ ആയത്തിൽ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല ഉലൂഹിയത്ത് പറഞ്ഞതിന് ശേഷം അള്ളാഹു റുബൂബിയത്തിലേക്ക് കടക്കാൻ. റുബൂബിയത്ത് അള്ളാഹുവിന്റെ, അള്ളാഹാണ് ലോകത്തെ സൃഷ്ടിച്ചത്, അള്ളാഹാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്. അവലം യറല്ലദീന കഫറൂ, സത്യനിഷേധികളായ ആളുകൾ കാണുന്നില്ലേ,
അവലം എറനറൻ അവർ കാണുന്നില്ലേ, ലം എറനറ കണ്ടിട്ടില്ല, അവലം എറനറ അവർ കണ്ടിട്ടില്ലയോ, അല്ലെങ്കിൽ അവർ കാണുന്നില്ലേ. ആര്? അല്ലദീന കഫറു, സത്യനിഷേധികളായ, നിഷേധിച്ച് തള്ളിയ ആളുകൾ. എന്താണ് കാണാത്തത്? എന്താണ് അവർ ചിന്തിക്കേണ്ടത്? അന്ന സമാവാത്തി വൽ അർള കാനത്താ റത്തഖൻ, ആകാശങ്ങളും ഭൂമിയും എന്തായിരുന്നു? ഒട്ടിപ്പിടിച്ചതായിരുന്നു. ആകാശങ്ങളും ഭൂമി എന്തായിരുന്നു? ഒട്ടിപ്പിടിച്ചതായിരുന്നു. ഫഫതഖ്നാഹുമാ, അങ്ങനെ നാം അതിന് രണ്ടിനും എന്ത് ചെയ്തു? പിളർത്തി. ഫതഖ ദറൻ പിളർത്തി. ഫഫതഖ്നാഹുമാ, നാം അതിന് രണ്ടിനും എന്ത് ചെയ്തിരിക്കുന്നു? അപ്പൊ ആകാശവും ഭൂമിയും തമ്മിൽ ആദ്യം എങ്ങനെയായിരുന്നു? കൂടിച്ചേർന്നായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തെ മേലോട്ടും ഭൂമി എന്ത് ചെയ്തു? ഭൂമി ആകാശത്തെയും അല്ലാഹു എന്ത് ചെയ്തു? വേർപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ തഫ്സീറിൽ പിന്നെ പൗരാണികരായ പണ്ഡിതന്മാരെ പലതും പല വിശദീകരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആധുനികരായ പണ്ഡിതന്മാർ വേറെയും ചില വ്യാഖ്യാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം, സ്കൂളൊക്കെ ബിഗ് ബാങ് തിയറി എന്ന് പറഞ്ഞ തിയറി പഠിച്ചിട്ടുണ്ടാവും. അതായത് പിന്നെ പ്രപഞ്ചം ഒരു വിസ്ഫോടനത്തിലൂടെ ഉണ്ടായി. പിന്നെ കേൾക്കണമെന്ന് വെച്ചാൽ ആ ബിഗ് ബാങ് തിയറി പിന്നെ തള്ളിപ്പോയി എന്നുള്ളതൊക്കെ കേൾക്കണം. അതായത് തെറ്റാണെന്നുള്ള വാദം ശാസ്ത്രലോകത്തിന് വന്നു. ഏതായിരുന്നാലും അള്ളാഹ് പറഞ്ഞ എന്താ വെച്ചാൽ ഇത് പിന്നെ ബിഗ് ബാങ് തിയറിയാണ് ഈ ആയത്തുകൊണ്ട് ഉദ്ദേശിച്ച് നമ്മൾ പറയണമെന്നില്ല, പറയേണ്ടതില്ല. അതേസമയത്ത് അള്ളാഹ് പറയാണ് ആകാശവും ഭൂമി എന്തായിരുന്നു? ഒന്നായിരുന്നു. അപ്പൊ ഇത് ഇന്നല്ലെങ്കിൽ നാളെ എന്ത് ചെയ്യും? മനുഷ്യന്മാര് കണ്ടെത്തും, അംഗീകരിക്കും. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അള്ളാഹ് ഇവിടെ സൂചിപ്പിക്കുന്ന വെച്ചാൽ വിശ്വാസികൾ കാണുന്നില്ലേ എന്നല്ല, അവലം യറല്ലദീന കഫറു. പൊതുവെ എപ്പോഴും എന്താ വെച്ചാൽ ഇത്തരം കണ്ടുപിടുത്തങ്ങളൊക്കെ പൊതുവെ അള്ളാഹു നിഷേധിക്കുന്നവരാണ് ഇതൊക്കെ കണ്ടെത്തല്. പക്ഷെ ഇതൊക്കെ നിഷേധിച്ചവർ കണ്ടെത്തിയാലും പക്ഷെ അള്ളാഹുവിൽ എന്ത് ചെയ്യൂല? അംഗീകരിക്കൂല. ഇതൊക്കെ ഒരു യാദൃശ്ചികമായിട്ട് ആണ് പൊട്ടിയെന്ന് അറിയാം. അപ്പൊ യാദൃശ്ചികമായി പൊട്ടണമെങ്കിൽ സമയമൊക്കെ യാദൃശ്ചികമായിട്ട് തീരുമാനിക്കപ്പെട്ടതാണോ? അല്ലല്ലോ. യാദൃശ്ചികമായി ഒരു കാര്യം പിന്നെ ഉണ്ടാകണമെങ്കിൽ പിന്നെ അബ്ബർക്ക് അവിടെ ഉള്ളു പോയി കുറച്ചു കേട്ടോ, 3 ആൾക്കാർ ഉള്ളു പോയിക്കോളൂ. അപ്പൊ ഈ വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞത് വെച്ചാൽ അവലം ഇറല്ല പിന്നെ അന്ന സമാവാത്തുള്ള കാനത്താ റത്തഖൻ, ആകാശവും ഭൂമി എന്തായിരുന്നു? ഒന്നായിരുന്നു. അതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പിളർത്തി. എന്നിട്ട് 7 ആകാശങ്ങൾ ഉണ്ടാക്കി, 7 ഭൂമികളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി. ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ എന്ത് ചെയ്തു? അള്ളാഹു വിശാലത ഉണ്ടാക്കുകയും ചെയ്തു. അതിനിടക്കാണ് പിന്നെ ഈ പിന്നെ പ്രപഞ്ചം മുഴുവനും ഇതിന്റെ ആ ഒന്നാം ആകാശത്തിന്റെ ചുവട്ടിലുള്ള പ്രപഞ്ചം ആ മനുഷ്യന്മാർക്ക് ഉള്ള ഒന്നാം ആകാശം അള്ളാഹു സംവിധാനിച്ചു. ഒന്നാം ആകാശത്തിന്റെ അത്ര ദൂരം ഒന്നാം ആകാശം 2ാം ആകാശത്തുണ്ട്. ഇങ്ങനെ തട്ടുകളായി അള്ളാഹു ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇതൊറ്റ പോയിന്റ് ആയിരുന്നു. ഇത് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. ഇത് മനുഷ്യന്മാര് കണ്ടെത്തിയാലും കണ്ടെത്തിയിട്ടില്ലെങ്കിലും ഈ ബിഗ് ബാങ് തിയറി കണ്ടെത്തുന്നതിന് മുമ്പ് ആയത്തുണ്ട്, ഈ ബിഗ് ബാങ് തിയറി കണ്ടെത്തിയതിന് ശേഷമുണ്ട്. ഇനി അതാണ് ഈ ആയത്തിൽ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എപ്പോഴും നമ്മൾ ഖുർആൻ വ്യാഖ്യാനിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ശാസ്ത്രത്തിൽ തിയറികളുണ്ട്. തിയറി എന്ത് ചെയ്യാം? മാറാം. പക്ഷെ ശാസ്ത്രീയ സത്യങ്ങളുണ്ട്. ശാസ്ത്രീയ സത്യം എന്ത് ചെയ്യില്ല? മാറില്ല. ഇപ്പോൾ ജലത്തിൽ H2O, ജലം എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജനും, അത് തിയറി ഇല്ല, അതൊരു റിയൽ സംഗതി. നമ്മൾ ഗവേഷണം കണ്ടെത്തിയതാണ്. പക്ഷെ ചില സംഗതികൾ നമ്മൾ ഗവേഷണം നടത്തുമ്പോൾ പിന്നെ നമ്മൾ ചില നിഗമനങ്ങളിലേക്ക് എത്തും. അതാണ് തിയറികൾ എന്ന് പറഞ്ഞാൽ. അതാണ് തിയറി. ഈ തിയറികൾ എന്ത് ചെയ്യാം? ഇയാൾ പഠിച്ചിട്ട് എത്തിയത് നിഗമനാണെന്ത് ഈ തിയറി. മറ്റേയാൾ പഠിച്ചാൽ ചിലപ്പോൾ എന്ത് ചെയ്യും? അതിനേക്കാളും കൂടുതൽ പഠിച്ചാൽ ഇത് തെറ്റാണെന്ന് എന്ത് ചെയ്യും? മനസ്സിലാവും. മനസ്സിലായി? ഇപ്പൊ നിങ്ങൾ ആലോചിച്ചെങ്കിൽ പണ്ട് വിമാനം കണ്ടുപിടിച്ച എങ്ങനെ എന്തൊക്കെ പരീക്ഷണങ്ങളുണ്ട് അല്ലേ? അന്നത്തെ ഈ പണ്ടത്തെ മൊബൈൽ ഇന്നത്തെ മൊബൈൽ നോക്കി നിങ്ങള്. അന്നത്തെ മൊബൈലുള്ള പല ന്യൂനതകളും എന്തില്ല. ഇന്ന് മൊബൈലുണ്ടോ? ഇല്ല. അന്നൊക്കെ വലിയ മറ്റേ ടോർച്ചിന്റെ അത്ര എളുപ്പമുള്ള മൊബൈലും മറ്റേ വലിയൊരു ഹാൻഡിലൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല പിന്നെ ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് ക്യാമറ വന്നു, അതുപോലെ തന്നെ മറ്റൊരു സംവിധാനം വന്നു. ഇനിയിപ്പോൾ ഇതൊന്നും ആവശ്യമില്ലൊക്കെ പല ക്വാളിറ്റി വരും. ഒന്ന് പഠിച്ചു അതിന്റെ പോരായ്മകൾ കണ്ടെത്തി എന്ത് ചെയ്യും? പുതിയതിലേക്ക് പോകും. പക്ഷേ ഒരു സത്യം എന്ന് പറയുന്നത്
അതൊരിക്കലും മാറൂല. അതുകൊണ്ട് തന്നെ തിയറികൾ വെച്ചിട്ട് നമ്മൾ ഖുർആൻ എന്ത് ചെയ്യാൻ പാടില്ല, വ്യാഖ്യാനിക്കാൻ പാടില്ല. അത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുക. അപ്പൊ എന്താ വെച്ചാൽ ഈ ഖുർആൻ ഈ ചില ആൾക്കാർക്ക് ഉണ്ടെന്ന് വെച്ചാൽ മറ്റുള്ളവരൊക്കെ പാട് ഇസ്ലാമിലേക്ക് ഒന്നാകട് കൂലം കുത്തി വരണം വിചാരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇസ്ലാമിന് ആളുകൾക്ക് അനുസരിച്ച് എന്ത് ചെയ്യുക, പിന്നെ എങ്ങനെ ചെത്തിക്കുറിപ്പിച്ച് നന്നാക്കണ ഏർപ്പാട് എന്ത് ചെയ്തില്ല. ഇപ്പൊ CN അഹമ്മദ് മുതൽ കുറച്ച് പുറത്തു കൊടുക്കട്ടെ, അവരൊക്കെ ചെയ്ത് ഇതെന്താ വെച്ചാല് ഇപ്പൊ ഈ മൂസാ നബി വെള്ളത്തിലടിച്ചു, പിന്നെ പുഴ രണ്ടായി എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യൂല, വിശ്വസിക്കൂല. അത് പാറമേലടിച്ചിട്ട് 12 അരുവിണ്ടായി എന്നൊക്കെ പറഞ്ഞാൽ ഇതൊന്നും നമ്മൾ പൊതുസമൂഹത്തോട് പറഞ്ഞാൽ എന്ത് ചെയ്യില്ല, ആളുകൾ കേൾക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ പാറമേലടിച്ചപ്പോ ഇങ്ങനെ 12 അടിച്ചപ്പോ ഒരു വര ഇങ്ങനെ വീണു. അതുപോലെ തന്നെ പിന്നെ മൂസാ നബി എന്ത് ചെയ്തു, വെള്ളം കുറഞ്ഞ സ്ഥലത്ത് കൂടെ ഇങ്ങനെ വടി ഇങ്ങനെ കുത്തിപ്പോയി. അപ്പൊ പിന്നെ എല്ലാവരും അംഗീകരിക്കാൻ പറ്റും. വെള്ളം കുറഞ്ഞ സ്ഥലത്ത് വലിയ ഇറക്കത്തിന്റെ സന്ദർഭത്തിൽ വെള്ളം ഇറങ്ങിയപ്പോൾ എന്ത് ചെയ്തു, വടി കുത്തി കുടിച്ച് ഇങ്ങനെ പോയി പറഞ്ഞാൽ എല്ലാവർക്കും അംഗീകരിക്കുക. ഒരു സമുദ്രം പിളർന്ന് 2 ഭാഗമായി നിന്ന് അതിന്റെ ഇടയിൽ കൂടെ പോയി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആളുകൾ അംഗീകരിക്കും. അപ്പൊ ആളുകൾ അംഗീകരിക്കാൻ നല്ല ഉദ്ദേശമാണ്. അങ്ങനൊന്നും ഇസ്ലാമിനെ നമ്മൾ എന്ത് ചെയ്യണ്ട, അള്ള പറഞ്ഞതുപോലെ പറഞ്ഞിട്ട് സ്വീകരിക്കണം. എന്ത് ചെയ്താൽ മതി. ഇപ്പം കാണിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മെഹറാജിന് പോയിട്ട് വന്നിട്ട് നബി ഇത് പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്, അന്ന് 1 മാസം വൈദൂരുണ്ട് ബൈത്തുൽ മഖ്ദിസ്ക്ക്, മക്കത്തുനിന്ന്. ആ 1 മാസം വൈദൂരുള്ള ബൈത്തുൽ മഖ്ദിസ് പോയി മാത്രല്ല, അവിടുന്ന് 7 ആകാശത്തിനപ്പുറത്തേക്ക് ഞാൻ പോയി. എന്നിട്ട് ഒരു രാത്രി കൊണ്ട് തന്നെ ഈ 12 മണിക്കൂറിനുള്ളിൽ തന്നെ തിരിച്ചു വന്നത്. അപ്പൊ നബിക്ക് എന്ത് ആളുകൾ ഇത് അംഗീകരിക്കോ എന്നുള്ള പേടിയൊന്നുമില്ല. അള്ള പറയാൻ പറഞ്ഞു അതിൽ അംഗീകരിക്കണം. കുറെ വൃത്തതായി പോയി എന്ന ചരിത്രത്തിൽ ആ സന്ദർഭത്തിൽ കുറച്ചൊക്കെ ഇതുണ്ട്. അതുപോലെ തന്നെ ഖുറാനിലുണ്ട് പിന്നെ ശജറത്തു സഖൂം, നരകത്തിലെ മരാണ്. അപ്പൊ അബൂജഹൽ പറഞ്ഞു തീയിൻ്റെ ഉള്ളിൽ മരവും അംഗീകരിക്കൂല. കാരണം ഓല അക്കലിന് എന്തില്ല, അംഗീകരിക്കണില്ല. ഇതുപോലെ തന്നെ സൂറത്തുൽ നംലിൽ സുലൈമാൻ നബി ഉറുമ്പിനോട് സംസാരിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ ചില ആൾക്കാർക്ക് തോന്നാണ് ഉറുമ്പൊക്കെ സംസാരിച്ച നമ്മുടെ ആളുകൾ ഇസ്ലാം സ്വീകരിക്കുമോ. അപ്പൊ നംല് എന്ന് പറഞ്ഞാൽ ഒരു ഗോത്രത്തിന്റെ പേരാണ്. നംലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഗോത്രത്തിൽ. അപ്പൊ ആ ഗോത്രത്തിൽ ഒരു പെണ്ണ് സുലൈമാൻ നബിയോട് പറഞ്ഞു എന്നാക്കി മാറ്റി. അപ്പൊ പിന്നെ പ്രശ്നമില്ല. ഇങ്ങനൊന്നും നമ്മൾ എന്ത് ചെയ്യണ്ട, ശാസ്ത്രം എന്തെങ്കിലും പറയണ്ടേ അല്ലെങ്കിൽ വേറെ ആൾക്കാർ എന്തെങ്കിലും വിചാരിക്കുന്ന നമ്മൾ ഇസ്ലാം അങ്ങനെയുണ്ട് ചില പിന്നെ ഇതായിമാർക്ക് അവസാനം ഓല് പെടും. കാരണം ഇപ്പൊ ബിഗ് ബാങ് തിയറി എന്ത് വ്യാഖ്യാനിച്ചു, ബിഗ് ബാങ് തിയറി പൊട്ട തിയറി എന്ന് പറഞ്ഞപ്പോൾ ആയത്ത് പൊട്ടതെന്ന് വരൂലേ. ഓരോ ഉദ്ദേശത്താണ് ആയത്തിൽ പറഞ്ഞതാണ് ഹക്ക്. മനുഷ്യന്മാർ കണ്ടെത്തില്ല എന്നുള്ളത് വേറെ കാര്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞാണ് ഹക്ക്. കാരണം ഇതൊക്കെ സൃഷ്ടിച്ച അള്ളാഹ്. അള്ളാഹ് പറയണ ആകാശവും ഭൂമിയും ഒന്നായിരുന്നു, അതിന് നാം എന്ത് ചെയ്തിരിക്കുന്നു, പുലർത്തിയിരിക്കുന്നു. ഇത് ആരോടാണ്, കാഫിരികളോടാണ് അള്ളാഹ് പറഞ്ഞത്. നിങ്ങളിത് കാണുന്നില്ലേ. പിന്നല്ലെങ്കിൽ നാളെ എന്ത് ചെയ്യും, മനുഷ്യന്മാരിത് കാണും. അവിടേക്ക് മനുഷ്യന്മാരെന്ത് ചെയ്യും, എത്തും. അതെത്തിക്കഴിഞ്ഞാൽ പിന്നെ വിശ്വസിക്കും. വിശ്വസിക്കാത്തവനെന്തില്ല, എത്ര ഒരു ദൃഷ്ടാന്തം കണ്ടാലും അവനെ സംബന്ധിച്ചിടത്തോളം അവന് അംഗീകരിക്കാൻ കഴിഞ്ഞോണമെന്നില്ല. മാത്രമല്ല ഖുർആൻ അള്ളാഹ് പറഞ്ഞിടത്തേക്കാണ് എല്ലാ ശാസ്ത്രവും എത്തുക. അതുകൊണ്ടാണ് വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹയ്യിൻ അടുത്ത് പറഞ്ഞു. വെള്ളത്തിൽ നിന്നാണ് ജീവനുള്ള എല്ലാ വസ്തുവിനെയും നാം പടച്ചിരിക്കുന്നത്. ഏതാ ചോദിക്കാൻ, അഫലാ യുഅ്മിനൂൻ, നിങ്ങളെന്താ വിശ്വസിക്കണില്ലേ? ഇത് രണ്ടും വലിയ ശാസ്ത്ര സത്യങ്ങളാണ്, വലിയ ശാസ്ത്രീയ കാര്യങ്ങളാണ്. ഈ ശാസ്ത്രീയ കാര്യങ്ങൾ ആരെ മുമ്പ് ചൂണ്ടിക്കാണ്ടെന്ന് പറഞ്ഞു, എന്താ വിശ്വാസികള്. നിങ്ങൾക്ക് 2 കാര്യം ഞാൻ പറഞ്ഞു തരാണ്. ഒന്ന്, ആകാശവും ഭൂമിയും ഒറ്റപ്പിടിച്ചത് നാം അതിനെ പിളർത്തിയിട്ടുണ്ട്. വെള്ളത്തിൽ നിന്നാണ് ജീവനുള്ള എല്ലാ വസ്തുവിനെയും നാം പഠിച്ചത്. ഇത് നിങ്ങൾ കണ്ടെത്തിക്കോളി. കണ്ടെത്തിയിട്ടോ അഫലാ യുഅ്മിനൂൻ, നിങ്ങൾ വിശ്വസിക്കണില്ലേ? ഇത് രണ്ടും മതി ഒരാൾക്ക് വിശ്വസിക്കാൻ എന്നാണ് അള്ളാഹ് പറഞ്ഞത്. ഇത് ഈ വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹയ്യിൻ എന്നുള്ളപ്പോൾ ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞാൽ ജീവനുള്ള എല്ലാ വസ്തുവിനും എന്താ ആവശ്യമാണ്, വെള്ളം ആവശ്യമാണ്. ജീവനുള്ള എല്ലാ വസ്തുവിനും എന്താ ആവശ്യമാണ്, വെള്ളം. വെള്ളമില്ലാത്തൊരു ജീവിക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ചന്ദ്രനിൽ പോയിട്ട് അവിടെ മനുഷ്യന്മാർക്ക് താമസിക്കാൻ പറ്റുന്ന ആദ്യം ടെസ്റ്റ് ചെയ്തെന്താ, അവിടെ വെള്ളം ഉണ്ടെന്നാണ്.
അല്ല അവിടെ പെരെടുക്കാൻ തറന്റെ എത്ര വിസ്തീർണം അതൊന്നുമല്ല ചർച്ച. ലോകത്ത് ആദ്യം ഇപ്പൊ ചൊവ്വയ്ക്ക് പോയിട്ട് ആദ്യം പരിശീലിക്കാൻ വേണമെന്താ? വെള്ളം ഉണ്ടെന്നാ. കാരണം വെള്ളം ഇവിടുന്നാണ്ട് അടിച്ചാൽ വയ്യില്ലല്ലോ. അവിടെ വെള്ളം ഉണ്ടെങ്കിൽ മനുഷ്യന്മാർക്ക് എന്തെങ്കിലും ജീവിക്കുക. മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും, അത് ഉറുമ്പാണെങ്കിലും മനുഷ്യരാണെങ്കിലും ഇനി കൊതുകാണെങ്കിലും ഏത് ജീവിയാണെങ്കിലും ഹയാത്തുണ്ടോ അതിനെന്ത് വേണം? വെള്ളം വേണം. കാരണം അതിൻ്റെ ഇപ്പൊ മനുഷ്യന്മാരുടെ ശരീരത്തിൽ തന്നെ നിങ്ങൾ പേപ്പർ വായിച്ച് 2 ആൾക്കാർ മരുഭൂമിയിൽ വായിച്ചില് വെള്ളം കിട്ടാതെ മരിച്ചത് പോലെ. വണ്ടിയിൽ എണ്ണ തീർന്നു, കയ്യിലെ വെള്ളം തീർന്നു. നമ്മളെ ഭാഗത്ത് വായിച്ചിട്ടുണ്ടോ? സുജൂദിൽ കിടന്ന് സംഭവം. നമ്മളാണ് വല്ലാത്തൊരു മരണം. അള്ളാഹു ഷഹീദിന്റെ കൂലി കൊടുക്കട്ടെ. അള്ളാഹ് മറ്റുള്ള ദുരിതങ്ങൾ കാത്തുവെച്ചിരിക്കും. ഞങ്ങൾ വെള്ളമില്ലാതെ തൊണ്ട വരണ്ട് മരുഭൂമിയിൽ കിടന്ന് മരിക്കാൻ ഞങ്ങൾക്കൊന്ന് ആലോചിക്കുകയാണെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വെള്ളം അത്യാവശ്യമാണ്. കാരണം മനുഷ്യന്റെ എല്ലുകളിൽ വരെ എന്തുണ്ട്? വെള്ളമാണ്. വെള്ളം കണ്ണുകളാണെങ്കിലും പല്ലുകളാണെങ്കിലും എല്ലുകളാണെങ്കിലും ഒക്കെ വെള്ളമില്ലെങ്കിൽ ഒക്കെ എന്താവും? ഇതായിപ്പോകും. അതുകൊണ്ട് എന്ത് രോഗം വന്നാലും ഡോക്ടർമാരെന്താ പറയുക? വെള്ളം കുടിച്ചാൽ. ഇനി പനി വന്നു പോയാലും വെള്ളം കുടിച്ചു പറയും. ഇനി കണ്ണിന് അസുഖമാണെങ്കിൽ വെള്ളം കുടിച്ചാലും, എല്ലിൻ്റെ വെള്ളമാണെങ്കിൽ നല്ല വെള്ളം കുടിക്കുന്ന അറിയാം. എല്ലാത്തിനും വെള്ളം ആവശ്യം മനുഷ്യൻ. അതുകൊണ്ടാണ് ജഅൽനാ കുല്ല ഹയ്യിൻ. ഇതും ശാസ്ത്രീയമായിക്കൊണ്ട് തെളിയിക്കപ്പെട്ട കാര്യമാണ്. പക്ഷെ ഇത് ഏറ്റവും ഒരു രസം വെച്ചാൽ ഇത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാർ മുസ്ലിങ്ങളായിരുന്നില്ല എന്നുള്ളതും കൂടി ഖുർആന്റെ ഒരു അമാനുഷികതയാണ്. എല്ലാ ജീവജാലങ്ങളുടെയും സൃഷ്ടിപ്പിൽ വെള്ളത്തിന്റെ അംശമുണ്ടെന്നും ജീവജാലങ്ങൾക്ക് വെള്ളമില്ലാതെ ജീവിക്കാൻ സാധിക്കില്ലെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടപ്പോൾ അത് തെളിയിച്ചത് ആരാണ്? മുസ്ലിങ്ങളായിരുന്നില്ല എന്നാണ്. അപ്പൊ അള്ളാഹ് ഈ ഖുർആന്റെ ഒരു ഇജാസ് കൂടിയാണ്. കാരണം അള്ളാഹ് സത്യനിഷേധികളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ കാര്യം ഇവിടെ പറഞ്ഞത്. എന്നിട്ട് അവർ ചോദിച്ചെന്താ? അഫലാ യുഅ്മിനൂൻ, നിങ്ങൾ എന്താണ് വിശ്വസിക്കാത്തത്? പക്ഷെ വിശ്വസിക്കാൻ തൗഫീഖുള്ളവൻ എന്ത് ചെയ്യുള്ളൂ? വിശ്വസിക്കുകയുള്ളൂ. ഇത് 2 തൗഹീദ് റുബൂബിയത്തുമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ബന്ധപ്പെട്ട കാര്യമാണ്. ആകാശങ്ങളും ഭൂമികളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നാക്കിയിരുന്നു. അഥവാ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ 1ാമത്തെ ഘട്ടം ഒന്നിച്ചായിരുന്നു. പിന്നീട് അതിനെ അള്ളാഹു പിളർത്തുകയും ആ ഭൂമിയെയും ആകാശത്തെയും അള്ളാഹു വേർപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് 7 ആകാശങ്ങൾ സൃഷ്ടിച്ച് 7 ഭൂമിയെ നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷെ ആ 7 ഭൂമികൾ എവിടെയെന്ന് നമുക്കറിയില്ല. ഭൂമികൾ ഏന്നുണ്ട്. ഇപ്പൊ നമുക്ക് മനുഷ്യന്മാരുടെ ഭൂമി തന്നെ ഇത് മുഴുവൻ നമ്മൾ എന്തിട്ടില്ല, മനുഷ്യന്മാരും എന്തിട്ടില്ല, നമ്മളാരും കണ്ടില്ലല്ലോ. ബഹിരാകാശ യാത്രക്കാരൊക്കെ ഭൂമി കാണുന്നില്ലാതെ അതിന്റെ വിശദാംശങ്ങൾ അവർക്കും അറിയില്ല. അതുപോലെ തന്നെ വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹയ്യിൻ, ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും. അതുകൊണ്ടാണ് മരങ്ങൾക്ക് വെള്ളം വേണം, ജീവജാലങ്ങൾക്ക് വെള്ളം വേണം, എല്ലാ വസ്തുക്കൾക്കും നമുക്ക് വെള്ളം ആവശ്യമുണ്ട്. മാത്രമല്ല അപ്പോൾ ഇവിടെ വെള്ളം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് മാത്രമല്ല ജീവജാലങ്ങൾക്ക് ആവശ്യം. അതുകൊണ്ടാണ് ഇസ്ലാം വെള്ളവുമായിക്കൊണ്ട് ബന്ധപ്പെട്ട് കർശന നിർദ്ദേശം വെച്ചിട്ടുള്ളത്. കാര്യം വെള്ളം എന്നുള്ള മനുഷ്യന്മാരെ മാത്രം അവകാശമല്ല. വെള്ളം വേസ്റ്റാക്കാൻ പാടില്ല, അമിതമായിക്കൊണ്ട് ദൂർത്തടിക്കാൻ പാടില്ല. റസൂലുള്ളാഹി പറഞ്ഞെന്താ? നിങ്ങൾ wudu എടുക്കുന്നത് ഒഴുകുന്നൊരു പുഴയിൽ നിന്നാണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത വെള്ളം എടുക്കാൻ പാടില്ല, ആവശ്യത്തിനധികം വെള്ളം എടുക്കാൻ പാടില്ല. ഒരു പുഴയിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകൻ ഹദീസിൽ കാണാം, എൻ്റെ ഉമ്മത്തിൽ ചില ആളുകൾ വരും യഅ്തദൂന ഫിത്തഹൂർ വദ്ദുആ, ദുആ പ്രാർത്ഥനയിലും ശുദ്ധിയാക്കുന്ന വിഷയത്തിലും അവർ അതിര് കവിയുന്നവരായിരിക്കും. ഇത് 2 നല്ല കാര്യമാണ്. പ്രാർത്ഥന നല്ല കാര്യമാണ്, ശുദ്ധിയാക്കൽ നല്ല കാര്യമാണ്. പക്ഷെ നബി പറയണ ഈ 2ത്തിലും അതിര് കവിയുന്നവർ എന്ത് ചെയ്യും? എൻ്റെ ഉമ്മത്തിലുണ്ടാവും. പ്രാർത്ഥന അതിര് കവിയെന്ന് പറഞ്ഞാൽ ഒന്നല്ലാത്തൊരു അല്ലല്ലാത്തൊരു പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഒരു പ്രകടനം, അതായത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. ഈ പ്രാസൊപ്പിച്ചൊപ്പിച്ചൊപ്പിച്ച് പ്രാർത്ഥിക്കുക. അതൊക്കെയാണ് വേണ്ടത് വിശദീകരണം പറഞ്ഞു. 2ാമത്തെ കാര്യം ശുദ്ധിയാക്കുന്നതിൽ അതിര് കവിയ. ശുദ്ധിയാക്കുന്നതിൽ അതിര് കവിയ എന്ന് പറഞ്ഞാൽ വസ്വാസ് കഴുകുക, പിന്നെയും കഴുകുക. wudu ഉണ്ടാക്കുമ്പോൾ 3-ലധികം തവണ കഴുകുക. 3 വട്ടം കഴുകുക, 5 വട്ടം കഴുകുക. നല്ലോണം ക്ലീൻ ആവില്ലേ? പറ്റുക. അങ്ങനെ നല്ല അത്യാവശ്യം ക്ലീൻ ആയാൽ മതി. ആ ക്ലീൻ ആകാൻ എന്ത് ചെയ്തിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. 3 വട്ടം കഴുകണക്ക് 5 വട്ടം കഴുകുക, അവൻ്റെ wudu കൊണ്ട് പാത്തിലാവും. സംഗതി നല്ലോണം ശുദ്ധിയായി ഉണ്ടാവും. പക്ഷെ അവനെന്തുണ്ടാവില്ല? തഹൂർ ഉണ്ടാവില്ല. ഇസ്ലാമിൽ തഹൂറുണ്ട്, അതുപോലെ തന്നെ നവാഫത്തുണ്ട്. നവാഫത്ത് എന്ന് പറഞ്ഞാൽ വൃത്തി എന്നർത്ഥം. തഹൂർ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ ആവശ്യമായ ശുദ്ധി. ഇത് 2 വ്യത്യാസമുണ്ട്. ഒരാൾ പാടത്ത് പണിയെടുത്തിട്ട് അല്ലെങ്കിൽ കൈക്കുടണ്ടിക്കാരനാണ്,
അവിടെ മേത്തുന്നുണ്ട്, വിയർപ്പുണ്ട്, അതുപോലെ തന്നെ പിന്നെ ചളിണ്ട്, ചേറുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ അയാൾക്ക് ഒതുണ്ടാക്കി എന്ത് ചെയ്യാം? നിസ്കരിക്കാം. ഒതുണ്ടാക്കി എന്ത് ചെയ്യാം? നിസ്കരിക്കാം. പക്ഷെ അയാൾക്ക് വൃത്തിയില്ല. അയാൾക്ക് എന്തുണ്ട്? തഹൂറുണ്ട്. തഹൂർ എന്ന് പറഞ്ഞാൽ എന്താ? നിസ്കരിക്കാൻ ആവശ്യമായ ശുദ്ധി. അത് ഉദൂലൂടെയും ഇതിലൂടെ ഉണ്ടാകാം. പക്ഷെ അയാളുടെ ശരീരത്തിനും തയ്ക്കുന്നുണ്ട്. അതേ സമയത്ത് ഒരാളെ കയ്യിൽ ആൾ നല്ല കുടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. പക്ഷെ നിസ്കരിക്കാൻ പറ്റുമോ? ആളെ മേത്ത് ഒരു തരി പൊടിയില്ല. നിസ്കരിക്കാൻ പറ്റുമോ? നിസ്കരിക്കാൻ പറ്റില്ല. അയാൾക്ക് നലാഫത്തുണ്ട്. ഇനി ഒതുണ്ടാക്കിയാൽ ഒന്ന് ഏറെ എന്ത് ചെയ്യാനില്ല. ഇനിയിപ്പോൾ അയാൾക്ക് ഒതെടുത്താലും ഒരു പൊടിയും എന്ത് ചെയ്യാൻ അയാളുടെ ശരീരത്തിൽ എന്ത് ചെയ്യാനില്ല, ചളിയും പോകാനില്ല. എന്നാലും അയാൾക്ക് നിസ്കരിക്കാൻ പറ്റുമോ? പറ്റും. എങ്ങനെ? നജസല്ലാത്ത എന്തുകൊണ്ട് നിസ്കരിക്കാമല്ലോ? എന്ത് കുഴപ്പം? ഞാൻ പറഞ്ഞ വെച്ചാൽ ഒരു പൊടിയും ചളിയും ഇല്ലെങ്കിലും അയാൾക്ക് നിസ്കരിക്കാൻ പറ്റില്ല. അയാൾക്ക് എന്തില്ല? തഹാറത്തില്ല, നലാഫത്തുണ്ട്. നലാഫത്തിന് ശാരീരിക ശുദ്ധി ഉണ്ട്. പക്ഷെ അയാൾക്ക് തഹാറത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വുളുഎടുക്കണം. ഇപ്പം രണ്ടാണ്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ വെച്ചാൽ വെള്ളം ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. അതുപോലെ തന്നെ പിന്നെ വെള്ളത്തിന് ഒരുപാട് നിബന്ധനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല, നിങ്ങൾക്കറിയാലോ, ഒരു നായക്ക് വെള്ളം കൊടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരാൾ സ്വർഗത്ത് പോയില്ലേ? ഹദീസും പഠിച്ചാലോ, ഒരു നായക്ക് വെള്ളം കൊടുത്തേണ്ടി വരും. അപ്പോൾ വെള്ളം എന്നുള്ള അതുകൊണ്ടാണ് ഈ വേനലൊക്കെ വരുമ്പോൾ ജീവജാലങ്ങൾക്കൊക്കെ വെള്ളം കൊടുക്കുക. അതൊക്കെ ഒരുപാട് പുണ്യമുള്ള കാര്യമാണ്. വെള്ളം മറ്റുള്ളവരാൾക്ക്, അതുകൊണ്ടാണ് പ്രവാചകർ പറഞ്ഞു, വെള്ളം നിങ്ങൾ തടയാൻ പാടില്ല, വെള്ളം വിൽക്കാൻ പാടില്ല. വെള്ളം ചെയ്യാൻ പാടില്ല, വിൽക്കാൻ. അതിനർത്ഥം വെള്ളത്തിന്റെ ബോട്ടിൽ വിൽക്കാൻ പാടില്ല എന്നല്ല. സംസമിന്റെ ബോട്ടിന് വരെ പൈസ കൊടുക്കണം ഇല്ലേ? സൗദി സംസമിന്റെ ബോട്ടിൽ 30 റിയാലും എനിക്കറിയില്ല. എന്നാൽ നമ്മൾ പോയത് 5 റിയാലും അറിയാലൊക്കെ ഉണ്ട്. അപ്പോൾ അതോ വെള്ളം വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരാളെ കിണറ്റിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. അയാളുടെ ആവശ്യം കഴിഞ്ഞും എന്തുണ്ട്? വെള്ളമുണ്ട്. എന്നാൽ അയൽവാസി വന്നിട്ട് ആ വെള്ളം മുക്കുന്നതിന് അയാൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല. അയാളുടെ ആവശ്യം കഴിഞ്ഞിട്ടോ, അയാളുടെ ആവശ്യം ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ വെള്ളമില്ല, നിങ്ങൾ നിൽക്കാൻ പാടില്ല പറയാം. പക്ഷെ അയാളുടെ ആവശ്യം കഴിഞ്ഞിട്ടും വെള്ളമുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല? വെള്ളം തടയാൻ പാടില്ല. അതേ സമയത്ത് ഇയാൾക്ക് വെള്ളം മുക്കാൻ സൗകര്യമില്ല, കുഴൽക്കിണറാണ്, മോട്ടർ അടിച്ചു കൊടുക്കണം. മോട്ടർ അടിച്ചു കൊടുക്കുന്നത് ഇയാളെ കറണ്ടിനാണ്. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യുക? പൈസ വാങ്ങണം. ഇപ്പോൾ സംസം വെള്ളത്തിന് പൈസ വാങ്ങണമെന്നുണ്ടാ? നിങ്ങൾ ഹർബിൽ പോയി ഇഷ്ടം പോലെ കൊണ്ടുവരാം, അതിന് പൈസ കൊടുക്കണ്ട. പക്ഷെ ഇതിൻ്റെ പ്രോസസ്സിങ് ഉണ്ട്. ഇത് ഇവിടുന്ന് എടുത്ത് ഫാക്ടറി കൊണ്ടുപോയി ഫിൽറ്റർ ഇതാക്കി പരിശോധിച്ച് ബോട്ടിലാക്കി ആ ബോട്ടിൽ നിങ്ങളുടെ കൈക്ക് പാക്കാക്കി തരികയാണ്. അതിനാണ് പൈസ, അല്ലാതെ വെള്ളത്തിൻ്റെ പൈസ അല്ല. ഇപ്പം നമ്മൾ ഇവിടെ വാട്ടർ ബോട്ടിൽ വെള്ളം കുടിക്കണമെന്ന് വെച്ചാൽ ആ പ്രോസസ്സിങ് ഉണ്ടല്ലോ, ഇവിടുന്ന് വെള്ളം എടുത്ത് ഫിൽറ്റർ ചെയ്ത് അത് നമ്മുടെ കൈക്ക് പൈസ കൊടുത്താൽ കിട്ടുന്ന കോലത്തിൽ ആക്കി തരുന്നതിനുള്ള പൈസയാണ് അത് വാങ്ങും. പക്ഷെ അതേ സമയത്ത് വെള്ളം എന്നുള്ളത് എന്തല്ല, വിൽപ്പനക്ക് പാടില്ല. അതാ പറഞ്ഞാൽ മറ്റൊരാൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വെള്ളം ചെയ്യാൻ നിർബന്ധമായിട്ടും വിട്ടുകൊടുക്കണം. ജാബിർ റളിയല്ലാഹുവിനും വേറെ ആൾ കൂടി തർക്കമുണ്ടായി. അതായത് ഇപ്പോൾ ഈ മുകളിൽ നിന്ന് വെള്ളം വരുന്ന സ്ഥലമുണ്ടാവും, മുകളിലുള്ള പറമ്പ്, താഴത്തെ പറമ്പുണ്ടാവും. മുകളിലുള്ള പറമ്പിൽ വെള്ളം മുഴുവനായിട്ട് കെട്ടിയേക്കും. പിന്നെ എന്ത് ചെയ്യൂല, താഴത്തേക്ക് വെള്ളം കിട്ടൂല. അപ്പൊ ജാബിർ റളിയല്ലാഹുവിനും വേറെ സഹാബിയും കൂടി തർക്കമുണ്ടായി. അപ്പോൾ ജാബിർ റളിയല്ലാഹുവിന്റെ പറമ്പ് എന്താണ്? താഴത്തെ പറമ്പാണ്, അദ്ദേഹത്തിന്റെ മുകളിലാണ്. ഇയാൾ വെള്ളം കിട്ടിച്ചു, ജാബിർ റളിയല്ലാഹുവിന് വെള്ളം കിട്ടിയിട്ടില്ല. അപ്പോൾ റസൂലുള്ളാഹിന്റെ പരാതി പറഞ്ഞു, അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം കഴിച്ചിട്ട് എന്ത് ചെയ്യണം? ബാക്കി വെള്ളം താഴത്തേക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. കഴിയൂല. അപ്പോഴാണ് അപ്പോഴാണ് ഇറങ്ങിയത്. ശരി കാണാം, റസൂൽ എന്ത് പറഞ്ഞാൽ അംഗീകരിക്കണം. വെള്ളം കൊടുക്കാൻ പറഞ്ഞാൽ വെള്ളം കൊടുക്കണം. എന്നിട്ട് പ്രവാചകൻ ഒരു മൊത്തത്തിൽ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞാൽ ബാക്കി എന്ത് ചെയ്യണം? വെള്ളം താഴേക്ക് വിട്ടുകൊടുക്കണം. കാരണം വെള്ളം എല്ലാവരുടെയും ആവശ്യം, ജീവജാലങ്ങളുടെയും മനുഷ്യന്മാരുടെയൊക്കെ ആവശ്യമാണ് വെള്ളം. അതുകൊണ്ട് തന്നെ വെള്ളവുമായിക്കൊണ്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിധിവിലക്കുകൾ ഇസ്ലാമിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വെള്ളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വെള്ളം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ്, പക്ഷെ മനുഷ്യന്മാർക്ക് ശിക്ഷയാണല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യത്തെ ഉമ്മത്തിനെ നശിപ്പിച്ച എങ്ങനെയാണ്? വെള്ളം കൊണ്ടല്ലേ. നൂഹ് നബിയുടെ ഉമ്മത്തിനെ അള്ളാഹ് നശിപ്പിച്ചെങ്ങനെ? വെള്ളം കൊണ്ടാണ്. ഫിറൗനെ നശിപ്പിച്ച അള്ളാഹ് വെള്ളം കൊണ്ടാണ്. മാത്രമല്ല, ഇനിയും ആ ഫിറൗന്റെ വെള്ളത്തെ സംബന്ധിച്ച് അള്ളാഹ് പറഞ്ഞത് വെച്ചാൽ, ഫിറൗന്റെ അല്ല, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വെള്ളത്തെ സംബന്ധിച്ച് ഫതഹ്നാ അലൈഹിം അബ്വാബ സമാഇ ബിമാഇൻ
മുൻഹമിർ. അള്ളാൻ്റെ അടുത്ത് വെള്ളം സ്റ്റോക്ക് ഉണ്ട്. 7 ആകാശത്തിന് അപ്പുറത്തെന്താണ് വെള്ളം? മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, 7 ആകാശത്തിന് അപ്പുറത്ത് വെള്ളമാണ്. ആ വാതിൽ തുറന്നാൽ വരും. പിന്നെ എവിടെ പൊട്ടണമെന്നും പറയാൻ പറ്റില്ല. വെള്ളം അങ്ങനെ കുടി 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 വരും. മുത്തുണ്ട്, ഭൂമി മുത്തുണ്ട്. അതെ, അതുകൊണ്ടാണ് മറ്റേ നൂനബിൻ്റെ മോൻ പറഞ്ഞല്ലോ, പിന്നെ ഞാൻ യസിമുനി മിനൽ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് ഞാൻ എന്ത് ചെയ്യുക, കയറാം. അവിടെ എന്ത് ചെയ്യും, എന്നെ രക്ഷപ്പെടുത്തുന്ന അതുകൊണ്ട് കാരണമായിരുന്നു. പക്ഷെ അതിൻ്റെ മുകൾക്ക് എന്ത് ചെയ്തു, വെള്ളം എത്തി എന്നുള്ളതാണ്. അല്ലാഹു ഏതായിരുന്നാലും വെള്ളം മനുഷ്യമാതവൻ എല്ലാമിനുമായി കുല്ലശീൻ ഹയ്യിൻ, ജീവനുള്ള എല്ലാ വസ്തുക്കളെയും നാം വെള്ളത്തിന് സൃഷ്ടിച്ചു. വെള്ളം മനുഷ്യന് അനുഗ്രഹമാണ്. മാത്രം നിങ്ങൾ ആലോചിക്കുക, വെള്ളത്തെ സംബന്ധിച്ച് മാത്രം ആൾക്ക് ചിന്തിച്ചാൽ തന്നെ പടച്ചവനെ പറ്റി കാണാൻ കഴിയും. കാരണം വെള്ളം എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഹൈഡ്രജൻ ആണല്ലോ, ചുറ്റുമാണല്ലോ. ശരിക്കും ഇത് രണ്ടും എന്താണ്, കത്താൻ സഹായിക്കണമെന്നാണല്ലോ. ഹൈഡ്രജനിൽ കത്തുന്ന വാതകമാണ്, ഓക്സിജൻ എന്ന് പറഞ്ഞാൽ കത്താൻ സഹായിക്കുന്നതാണ്. ഇത് രണ്ടും കൂടി കൂടിയാൽ തീനെ കത്തുന്ന തീനെ കെടുക്കുന്നതുകൊണ്ടാണ്. ശരിക്കും എന്താണ്ടാണ്ട് കൂടുതൽ കത്തുക വേണ്ടി. ഇത് കത്തുന്നതും കത്താൻ സഹായിക്കുന്നതും കൂടി കൂടിക്കരുന്ന എന്താണ്ടാണ്ട് നല്ലോണം കത്തുക വേണ്ടി. പക്ഷേ അള്ളാന്റെ സംവിധാനം എന്താ വെച്ചാൽ ഇത് രണ്ടും കൂടി കൂടിയപ്പോൾ കത്തുന്ന തീനെ ഇല്ലാതാക്കാനാണ് ഇത് സഹായിക്കുന്നത്. മനസ്സിലായില്ലേ? അത് അള്ളാന്റെ സൃഷ്ടിപ്പാണ്, അള്ളാന്റെ അത്ഭുതകരമായ സൃഷ്ടിപ്പാണ്. ഇനി മാത്രമല്ല, വെള്ളത്തിൻ്റെ ഒരു ആ ഘടനകൾ ആലോചിച്ച് നോക്കി. മനുഷ്യന്മാർക്ക് എന്ത് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന പോലത്തിനാണല്ലോ വെള്ളം. മനുഷ്യന്മാർക്ക് എന്ത് ആവശ്യങ്ങൾക്ക് അതിനൊരു പിന്നെ എന്താ പറയുക, പിന്നെ വേറെ എന്തെങ്കിലും വസ്തുക്കളെ പോലെ ഒരു ഖര സ്വഭാവത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. വെള്ളമുണ്ട്, പക്ഷെ വെള്ളം ഒരു കട്ടി രൂപത്തിലാണെങ്കിൽ നമുക്കൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പം നമുക്ക് എന്ത് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പോലത്തുള്ള വസ്തുവായിട്ടാണ് വെള്ളം. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, അപ്പം മഴ ഇറങ്ങണത് എങ്ങനെ, മഴയാണല്ലോ, മഴവെള്ളം ഇതാണല്ലോ, ഓരോ തുള്ളികളായിട്ട് ഇറങ്ങണം. അത് ഞാൻ ഒന്നാകെ ഐസും കെട്ടാണെങ്കിലോ ആലോചിക്കി, ഒറ്റ മഴ കൊണ്ട് ഇവിടെ ഒന്നാകെ കലാശായിണ്ടാവും. ഓരോ തുള്ളി, ഈ തുള്ളി ഇതിനെ തട്ടണില്ല. ഇബ്നുൽ ഖയ്യിം പറയാണ്, ഒരു മഴത്തുള്ളി ഇറങ്ങുമ്പം ഈ തുള്ളികൾക്കിടയിൽ ഗ്യാപ്പ് ഉണ്ട്. ഈ തുള്ളി തട്ടിയാൽ എന്താ സംഭവിക്കുക, വെല്ലുള്ളിയാവും. വലിയ തുള്ളിയാവുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിന്റെ വേഗത കൂടും. വേഗത കൂടുമ്പോൾ അടുത്ത തുള്ളി തട്ടും. അടുത്ത തുള്ളി തൊട്ടുമ്പോൾ 3 തുള്ളിയായി. ആ 3 തുള്ളി കൂടി 4 തുള്ളി തട്ടും. അവസാനത്ത് താഴേക്ക് എത്തുമ്പോൾ എന്താവും, വലിയ തുള്ളിയാണ്. അത് അവൻ്റെ മണ്ടക്ക് വീണാൽ അവൻ്റെ കഥ. ശരിക്കും മഴത്തുള്ളികളെ പോലും വെള്ളം എന്ത് ചെയ്യുന്നുണ്ട്, ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ കിതാബിൽ പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ ആലോചിച്ചു, നമ്മൾ ചിന്തിക്കാത്ത കാര്യമാണ്. നമ്മൾ മഴ ഇങ്ങനെ കൊള്ളുന്നുണ്ട്, പക്ഷെ ഈ ഓരോ തുള്ളി മറ്റേ തുള്ളി തട്ടാതെയാണ് പെയ്യുന്നത്. തട്ടി പെയ്താൽ എന്താണ് സംഭവിക്കുക വെച്ചാൽ മനുഷ്യന്മാരുടെ കഥ കഴിയും. അങ്ങാടി കൂടെ വണ്ടി ഓട്ടാൻ കഴിയില്ല. ഇത് എത്ര വലിയ ബിൽഡിംഗ് ആണെങ്കിലും ഈ ഓടൊക്കെ ഒന്നോ പൊട്ടിപ്പോയിണ്ടാവും അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ അള്ളാഹു വെള്ളം എന്ന് പറഞ്ഞ അത്ഭുതമാണ്. അതുകൊണ്ടാണ് സത്യനിഷേധിക പറഞ്ഞ് ഈ വെള്ളത്തെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചോളി, അഫലാ യുഅ്മിനൂൻ, നിങ്ങൾ എന്തുകൊണ്ടാണ് വിശ്വാസികളാകാത്തത്? അപ്പോൾ വെള്ളം വലിയ അത്ഭുതമാണ്. അതുകൊണ്ട് നമ്മളും അതിനെ സംബന്ധിച്ച് ചിന്തിക്കുക, പഠിക്കുക. വിശുദ്ധ ഖുർആനിൽ വെള്ളവുമായിക്കൊണ്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംഭവങ്ങളും കാര്യങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള വെള്ളത്തെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. പിന്നീട് വിശദീകരിക്കാം. ഏതായിരുന്നാലും ഇതാണ് ഈ ആയത്തിൻ്റെ പശ്ചാത്തലം. ഒന്ന് മലക്കളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അള്ളാഹു അല്ലാത്ത മറ്റൊരു ഇലാഹുണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് നരകം അള്ളാഹു കൊടുക്കും. അതുപോലെ തന്നെ ആകാശവും ഭൂമിയും അള്ളാഹു ഒന്നിച്ച് സൃഷ്ടിച്ചിരുന്നതിന് അള്ളാഹു പുലർത്തിയിട്ടുണ്ട്. അത് പിന്നെ അള്ളാഹ് പറഞ്ഞൊരു സത്യമാണ്. അവിടേക്ക് മനുഷ്യന്മാർ പക്ഷേ ഇനി എത്തിയേക്കാം. എന്തുകൊണ്ടാണ് നിങ്ങൾ വിശ്വാസികളാകാത്തത്? വിശ്വാസികൾക്ക് ഒരുപാട് ഗുണപാഠങ്ങളുള്ള ആയത്തുകളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അവൻ്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. അവൻ്റെ ഖുർആനിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാനും അത് മനസ്സുകളിൽ ഈമാൻ പകരാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. നമ്മളിൽ മരണപ്പെട്ടവർ നല്ലവരായ നമ്മുടെ വിശ്വാസികൾ, നമ്മുടെ മാതാപിതാക്കൾ അള്ളാഹുവർക്കുള്ള സ്വർഗ്ഗം നൽകാതിരിക്കുമാറാവട്ടെ. രോഗം മൂലം പ്രയാസപ്പെടുന്ന, കടബാധ്യം മൂലം പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരി സഹോദരൻ അള്ളാഹുവർക്കെല്ലാം ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തും വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.